നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഈ പന്തലിൽ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. മുഴുവനവും മഹത്വം കർത്താവ് എടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില ഗാനങ്ങൾ ആലപിച്ച് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അതിനായി പ്രിയപ്പെട്ട നമ്മുടെ ഗായക സംഘം നമ്മോട് കൂടെ ഉണ്ടല്ലോ, അവരോട് ചേർന്ന് പാടി കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. Hello. Check, hallelujah, praise. Check. Check. Hallelujah. Check. Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാനായി ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. അവിടെ ഇവിടങ്ങളായി നിൽക്കുന്ന എല്ലാവരും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ കടന്നു വന്നിരുന്ന് കർത്താവിനെ നമുക്ക് ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുത്താം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കായി തീരണേ കർത്താവേ എന്നുള്ള ഈ പ്രാർത്ഥനാ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ ഹൃദയത്തിൻ്റെ കർത്താവിനെ അല്പസമയം വാഴ്ത്താം. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അതെല്ലാം ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവീൻ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്ര ആഴങ്ങൾ ഗ്രഹിക്കുവാൻ ഈ പകൽ പിന്നെയും നമ്മെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ പാടി അല്പസമയം നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. Praise. Hello. എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി. എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി. ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മനായക നിരന്തരമായി എന്നിലാത്മദാനം
പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനാ. പാപലോകത്തിൽ നീ വിളിച്ചു വേദനിച്ച നിഞ്ചനം, വക്ര നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദനിച്ച നിഞ്ചനം, നിന്റെ പൊന്നു നാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നു നാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. എന്നിൽ നീ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ. 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 എന്നിൽ നീ മഹത്വത്തിനായി ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അതിന് നിന്റെ കൃപ വേണം കർത്താവേ, അതിന് നിന്റെ ശക്തി വേണം കർത്താവേ, അതിന് നിന്റെ അഭിഷേകം ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ വേണം കർത്താവേ. ഹല്ലേലൂയ. അൽഖമന ജരദിഗസ്തമന കൈകളടിച്ച് അന്യഭാഷകളിൽ ഈ പ്രഭാതം തന്ന ദൈവത്തെ, ആയുസ്സിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ദിവസം തന്ന ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കാൻ അല്പസമയം ആ വായികളെ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ശക്തിയോടെ ഒരിക്കൽ കൂടെ ഒരു പാട്ടിൻ്റെ വരികൾ കൂടെ ഒരു പാട്ടിൻ്റെ ചില വരികൾ കൂടെ പാടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ വിശ്രമിക്കുന്ന ഒരു പ്രിയമാതാവ് എഴുതിയ ഒരു മനോഹരമായ ഗാനം, പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനമാണ്. ഈ രാവിലെ സമയത്ത്
ദൈവദാസന്മാരായ നമുക്ക്, ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ, ഈ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ കടുത്ത പ്രതികൂല അവസ്ഥകളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാറുണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ പോർക്കളത്തിൽ, ഈ മരുഭൂമിയിൽ ഹല്ലേലൂയ നാം പകച്ചു നിൽക്കുന്ന ഹല്ലേലൂയ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പ്രതിസന്ധികൾ ധാരാളം കടന്നു വന്നേക്കാം. എന്നാൽ അവിടെയെല്ലാം നമ്മെ ഹല്ലേലൂയ സ്തോത്രം ധീരരായി നിർത്തുന്ന, ധൈര്യത്തോടെ നിർത്തുന്ന കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ആയിരങ്ങൾ പാപത്തിൻ്റെ കുഴിയിൽ വീണ് കിടക്കുമ്പോൾ അവരെ ചെന്ന് കോരിയെടുക്കുവാൻ, കർത്താവിന് വേണ്ടി അവരെ നേടുവാൻ വേണ്ടി നമ്മെ ഈ പ്രഭാതത്തിൽ പിന്നെയും സമർപ്പിച്ച് ഹല്ലേലൂയ നമുക്ക് അല്പസമയം കൂടെ ദൈവത്തെ ആരാധിക്കാം. തിരുവചനം, സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ ഒരാർപ്പിൻ്റെ ഘോഷം 2025 ഈ 2024 വരെയുള്ള അനുഭവമല്ല കർത്താവിൻ്റെ ദാസന്മാർ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. 2025 ഒരു കൊയ്ത്തിൻ്റെ വർഷമായി. ഇത്ര രാമൻ പറയും, 2025 ഒരു വാഗ്ദത്തം നിവൃത്തിയുടെ വർഷമായിട്ട് ദൈവം നമ്മെ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തെ തീർക്കും എന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു. അത് ഹല്ലേലൂയ പ്രഖ്യാപിക്കുകയാണ്. 2025 ഒരു കൊയ്ത്തിൻ്റെ, 2025 ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്ത നിവൃത്തിയുടെ വർഷം. ദൈവം നമ്മൾക്ക് നൽകിയ ചില വാഗ്ദത്തങ്ങളുണ്ട്. അതിൻ്റെ സമാപ്തിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ട് എത്തിക്കാനും നമ്മൾ കൈകളടിച്ചു പാടി കർത്താവിനെ അല്പസമയം കൂടി ആരാധിക്കാം. വിതച്ചിടിൽ ആർപ്പോടെ കൊയ്യും, പോയിടാം അവൻ തിരുമുൻപിൽ. കണ്ണീരിൽ വിതച്ചിടിൽ ആർപ്പോടെ കൊയ്യും, പോയിടാം അവൻ തിരുമുൻപിൽ. വാങ്ങാം പ്രതിഫലം, ചൂടാം കിരീടങ്ങൾ, പാടിടാം സ്തോത്ര സംഗീതം. വാങ്ങാം പ്രതിഫലം, ചൂടാം കിരീടങ്ങൾ, പാടിടാം സ്തോത്ര സംഗീതം. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമതേന്തി. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമതേന്തി. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും, അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും, അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ പാപത്തിനാഴത്തിൽ വീണു. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ പാപത്തിനാഴത്തിൽ വീണു. കയറുവാൻ കരകണതുഴലുന്ന നേരം, തേടിടാം സ്നേഹ കൊടിയാൽ. കയറുവാൻ കരകണതുഴലുന്ന നേരം, തേടിടാം സ്നേഹ കൊടിയാൽ. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമതേന്തി. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമതേന്തി. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും, അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും, അനന്ത സന്തോഷമുണ്ടൊടുവിൽ. കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും, ഓടും നിൻ പാത തേടി. കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും, ഓടും നിൻ പാത തേടി. കുരിശിലെ സ്നേഹം ഓർത്തിടും നേരം, വേണ്ടെനിക്ക് ലോക സൗഖ്യം. ക്രൂശിലെ സ്നേഹം ഓർത്തിടും നേരം, വേണ്ടെനിക്ക് ലോക സൗഖ്യം. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമതേന്തി.
മമതേന്തി പോയിടം സുവിശേഷം ഓതിടം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ പോയിടം സുവിശേഷം ഓതിടം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ കണ്ണീരിൽ വിതച്ചിടിൽ ആർപ്പോടെ കൊയ്യും പോയിടാം അവൻ തിരുമുൻപിൽ കണ്ണീരിൽ വിതച്ചിടിൽ ആർപ്പോടെ കൊയ്യും പോയിടാം അവൻ തിരുമുൻപിൽ വാങ്ങാം പ്രതിഫലം ചൂടാം കിരീടങ്ങൾ പാടിടാം സ്തോത്ര സംഗീതം വാങ്ങാം പ്രതിഫലം ചൂടാം കിരീടങ്ങൾ പാടിടാം സ്തോത്ര സംഗീതം പൊർക്കളത്തിൽ നാം ഒരു തുക ധീരരാം യേശുവിൻ നാമമതേന്തി പൊർക്കളത്തിൽ നാം ഒരു തുക ധീരരാം യേശുവിൻ നാമമതേന്തി പോയിടം സുവിശേഷം ഓതിടം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ പോയിടം സുവിശേഷം ഓതിടം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട ജയമെടുത്തിടാം ജയവീരൻ വരുവാൻ താമസമില്ലിനിയേറെ ജയമെടുത്തിടാം ജയവീരൻ വരുവാൻ താമസമില്ലിനിയേറെ പൊർക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി പൊർക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി പോയിടം സുവിശേഷമോതിടം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ പോയിടം സുവിശേഷമോതിടം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ കണ്ണീരിൽ വിതച്ചിട് ആർപ്പോടെ കൊയ്യും പോയിടാം അവൻ തിരുമുൻപിൽ കണ്ണീരിൽ വിതച്ചിടിൽ ആർപ്പോടെ കൊയ്യും പോയിടാം അവൻ തിരുമുൻപിൽ വാങ്ങാം പ്രതിഫലം ചൂടാം കിരീടങ്ങൾ പാടിട സ്തോത്ര സംഗീതം വാങ്ങാം പ്രതിഫലം ചൂടാം കിരീടങ്ങൾ പാടിട സ്തോത്ര സംഗീതം ഓ വാങ്ങാം പ്രതിഫലം ചൂടാം കിരീടങ്ങൾ പാടിട സ്തോത്ര സംഗീതം 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 ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നാൽ ഹൃദയത്തിന്റെ ചലനം മണത്തറിയുന്ന യേശുവിനെ ഈ പ്രഭാതത്തിൽ കാണുവാൻ കഴിയുമല്ലോ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ തീരാറായി, ഈ ലോകത്തിലുള്ള സകല തടസ്സങ്ങളും അത് മാറിപ്പോകാറായി. സ്തുതിയുടെ നടുവിൽ ഇരുമ്പ് ഗേറ്റുകൾ വരെ തുറന്ന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വെളിപ്പെടുന്ന വിശ്വസിക്കുന്നവര് ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. അവിടുത്തെ കൃപകൾ, അവിടുത്തെ ദാനങ്ങൾ, അവിടുത്തെ ശക്തി, അങ്ങയുടെ അഭിഷേകം ഒരു പിന്മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ ഗ്രൗണ്ട് മുഴുവനും ഇതിനകത്ത് കടന്നു വന്ന ജനത്തിന് മേൽ അങ്ങയുടെ ആത്മമാരി യഹോവ ഇസ്രായേലിന് മഞ്ഞുപോലെ രാത്രി മുഴുവനും ഭൂമിയെ നനയ്ക്കുന്ന മഞ്ഞുപോലെ വിശ്വസിക്കുന്നവർക്ക് അവൻ മഞ്ഞായി പെയ്തിറങ്ങും, വിശ്വസിക്കുന്നവർക്ക് അത് മാരിയായി പെയ്തിറങ്ങും.
Hallelujah. Hallelujah. Praise the Lord. Hallelujah. 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 ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. Hallelujah. ആമേൻ. Praise the പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ കർത്താവിന് ഗാനങ്ങൾ ആലപിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വവും ആരാധനയും നൽകാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് നൽകിയ ഈ അനുഗ്രഹീതമായ പ്രഭാതത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ വൈകിട്ട് അനുഗ്രഹീതമായ ഒരു മീറ്റിങ്ങിന് ശേഷം വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ പിതാവാം ദൈവത്തിന് മഹത്വം നൽകാൻ പരിശുദ്ധാത്മാവാം ദൈവത്തെ സഹായത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ കർത്താവ് നമുക്ക് നൽകി തന്ന ഈ ഭാഗ്യ പദവിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനൊന്ന് സ്തുതി പറഞ്ഞാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാത സെഷൻ ഇപ്പോൾ 10 മണി വരെ 10:30 വരെയാണ്, 10:30 വരെയുള്ള സമയമാണ് നമുക്ക് ഉള്ളത്. വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനായി മലയാളം ഡിസ്ട്രിക്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൻ്റെ ചുമതലക്കാരെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ 4 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മീറ്റിങ്ങുകളാണ് ഇന്ന് ഇവിടെ നടക്കാനായി പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. ബഹുമാന്യ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് കടന്നു വന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർ, നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. പ്രഭാതത്തിൽ തന്നെ ദൈവസന്നിധിയിൽ കടന്നു വന്ന അനുഗ്രഹിതരായ ദൈവമക്കൾ, നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവർക്കും ക്രിസ്തുവിലുള്ള വന്ദനം ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. പ്രധാനമായി 4 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇന്നിവിടെ അവരുടെ പ്രവർത്തനങ്ങൾ, റിപ്പോർട്ടുകൾ ഒക്കെ അറിയിപ്പാനുള്ള സമയമാണ്. ദൈവദാസന്മാർക്ക് എല്ലാവർക്കും ഉള്ള സമയം നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നൽകപ്പെട്ടിരിക്കുന്നത്. പ്രാരംഭമായി ഉള്ള സമയം ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിനെ എൻ്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്നത് പാസ്റ്റർ ജെ ജോൺസൺ ആണ്. നമുക്കറിയാം, അനുഗ്രഹിതമായ സുവിശേഷ പ്രവർത്തനം അനേക സ്ഥലങ്ങളിൽ ഇവാഞ്ചലിസം ടീമിനെ രൂപീകരിച്ച് വിവിധ ഇടങ്ങളിൽ ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർ കടന്നു ചെന്ന് സുവിശേഷത്തിൻ്റെ മാറ്റൊലി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ കുണ്ട്രയിലുള്ള, ഞാൻ കുണ്ട്ര സെക്ഷനിൽ നിന്നാണ്, അവിടെയുള്ള ദൈവമക്കൾക്കും ഇതിൻ്റെ അനുഭവങ്ങളുണ്ട്. ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജെ ജോൺസൺ പാസ്റ്റർ നയിക്കുന്ന ഒരു അനുഗ്രഹീതമായ ടീമാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നൽകിയ അനുഗ്രഹീതമായ സുവിശേഷകരായ ദൈവദാസന്മാർ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടിയൊക്കെ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഇന്ന് വരെ എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ എല്ലാ മാസങ്ങളിലും അവർ ചെന്ന് പ്രവർത്തനം ചെയ്തു വരുന്നു. നമുക്ക് അവരുടെ പ്രവർത്തനത്തെ കേൾക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതിനായി ബാക്കിയുള്ള സമയം പ്രിയ ജെ ജോൺസൺ പാസ്റ്റർക്ക് ഞാൻ സമയം കൈമാറുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുശേഷം കേരള മിഷൻസ്, ചാരിറ്റി, പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളും നമുക്ക് ഇന്നിവിടെ പ്രവർത്തനം പരിചയപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയ ജെ ജോൺസൺ പാസ്റ്റർ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും ധന്യവും പരിശുദ്ധമായ നാമം നമ്മുടെ ഈ മീറ്റിങ്ങിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർച്ചയായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പകലുകളിൽ രാത്രികളിലായിരിക്കാൻ സർവ്വകൃപാലുവായി കർത്താവ് നൽകുന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ കുണ്ട്ര സെക്ഷൻ്റെ പ്രസ്പിറ്റർ കൂടിയായിരിക്കുന്ന പാസ്റ്റർ ഷോജി കോശി അവറുകൾ, ബഹുമാനപ്പെട്ട സെക്രട്ടറി പാസ്റ്റർ തോമസ് ഫിലിപ്പ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വാത്സല്യ ദൈവദാസന്മാർ, എല്ലാവർക്കും കർത്താവിൽ വന്ദനം. വിശേഷിച്ച് ഇന്ന് രാവിലെ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും കർത്താവിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്ദനം ചൊല്ലുകയാണ്. 2022-24 വർഷങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഒരു ടേം ലഭിക്കാൻ ഇടയായി തീർന്നു. കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ വിവിധ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് പോയി നിർമ്മല സുവിശേഷം തെരുക്കോളിൽ നിന്നുകൊണ്ട് അറിയിക്കാൻ കർത്താവ് അവസരം നൽകി. ദൈവം തമ്പുരാനും നമ്മുടെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 24-26 ഒരു ടൈം കൂടെ ഞങ്ങൾക്ക്
നൽകിയതിൽ ഞങ്ങൾ കർത്താവിന് നന്ദി പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾക്ക് നൽകിയ അവസരത്തിന് അവരോട് ഞങ്ങൾ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. സമയം പരിമിതമാണ്, പ്രാരംഭത്തിലുള്ള സമയം. നിങ്ങളെല്ലാവരും ഞാൻ ഹാർദവമായി ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് റിപ്പോർട്ട് വായനയ്ക്ക് വേണ്ടി സെക്രട്ടറി പാസ്റ്റർ ജോൺസൺ മാമൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൽ ബഹുമാന്യ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് സെക്രട്ടറി തോമസ് വിലിയം സാറ്, ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിനദാസൻ ഷോജി കോശി പാസ്റ്റർ, വേദിയിൽ ഉപദിഷ്ടരായിരിക്കുന്ന എൻ്റെ വാത്സല്യ സ്നേഹിതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ ജെ ജോൺസൺ പാസ്റ്റർ, എല്ലാ ദൈവദാസന്മാരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. കർത്താവിന് മഹത്വം. ഇവിടെ സന്നിധിരായിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി 2024-26 വർഷത്തേക്ക് കർത്താവിനദാസൻ പാസ്റ്റർ ജെ ജോൺസൺ ഡയറക്ടറായി 16 അംഗ കമ്മിറ്റിയെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിനായി തിരഞ്ഞെടുത്തു. പാസ്റ്റർ ജെ ജോൺസൺ ഡയറക്ടറായും പാസ്റ്റർ ജോൺസൺ മാമൻ സെക്രട്ടറിയായും പാസ്റ്റർ അജികുമാർ സ്റ്റീഫൻ ട്രഷററായും നിയമിതരായി. പാസ്റ്റേഴ്സായ രാജീവ് ജോൺ പൂഴനാട്, അനീഷ് ഉമ്മൻ, ഷാജി ശാമുവേൽ, ബിജു തങ്കച്ചൻ, ഷിബു മണി, ദീപു പോൾ, ജോബിൻ ഇലീശ, അജി പി ജോസഫ്, രാഹുൽ വെള്ളനാട്, റോബിൻ ജേക്കബ്, പി എൽ സൈമൺ, കനകരാജൻ, ബ്രദർ സിബു പാപ്പച്ചൻ എന്നിവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. ഈ ടീം അംഗങ്ങൾ അത്യുത്സാഹികളും ആത്മനിർഭരവും അനുഗ്രഹീത കലാപരമായ കഴിവുള്ളവരും ആയതിനാൽ ടീം പ്രവർത്തനം അനുഗ്രഹകരമായി മുന്നേറുന്നു. ചുറുചുറുക്കോടെ എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്നതാണ് ഈ ടീമിൻ്റെ വിജയം. ഞങ്ങളുടെ ഡയറക്ടർ വളരെ സമർപ്പണത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ടീമിനെ നന്നായി നയിക്കുന്നു. വിവിധ പ്രോജക്റ്റുകൾക്കായി സാമ്പത്തികം കണ്ടെത്തുന്നതിൽ അദ്ദേഹം എടുക്കുന്ന ഉത്തരവാദിത്വം പ്രശംസനീയമാണ്. അതിൽ പ്രധാന പങ്കുവഹിച്ച കുർത്തികാട് കർമ്മേലേജി സഭയെ ഈ സമയം അഭിനന്ദിക്കുന്നു. 2024 ആഗസ്റ്റ് 15 മാവേലിക്കര ബസ് സ്റ്റാൻഡിന് സമീപം ബഹുമാനപ്പെട്ട അസംബ്ലീസ് ഓഫ് ഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ട് റവറൻ ഐസക് വി മാത്യു അവറുകൾ 2024-26 വർഷത്തെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു. തുടർന്ന് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും ആത്മഹത്യാ പ്രവണതകൾക്കുമെതിരെ ബോധവൽക്കരണം നടത്തിയും ആലപ്പുഴ ജില്ലയിലെ പല താലൂക്കുകളിലും സ്വാതന്ത്ര്യദിന സുവിശേഷ സന്ദർശയാത്ര നടത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഈ പ്രോഗ്രാമുകളിൽ 30-ലധികം ശുശ്രൂഷകന്മാരും ധാരാളം വിശ്വാസികളും പങ്കെടുത്ത് പ്രവർത്തനം അനുഗ്രഹമാക്കി. തുടർന്ന് സെപ്റ്റംബർ മാസത്തിൽ തീരദേശ പ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ടു. അതിൽ പള്ളിത്തോട് AG സഭയുടെ അഭിമുഖത്തിൽ നടന്ന പ്രവർത്തനങ്ങളും മുറ്റത്ത് കൺവെൻഷനുകളും തീരദേശത്ത് ഏറെ ദൈവജനം പരക്കുവാൻ ഇടയാക്കി. പള്ളിത്തോട് AG സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ VGP വർഗീസും സഭയിൽ നൽകിയ സഹകരണങ്ങൾ മറക്കുവാൻ കഴിയുകയില്ല. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ മധ്യമേഖലയിലെ സെക്ഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. അതിൽ ബഹുമാന്യ ദൈവദാസൻ പന്തളം സെക്ഷൻ പ്രസിഡന്റ് പാസ്റ്റർ TV തങ്കച്ചൻ അവിടെയുള്ള സെക്ഷൻ കമ്മിറ്റിയും ചേർന്ന് സെക്ഷനിലെ പല സഭകളിലും പരസ്യങ്ങളും മുറ്റത്ത് കൺവെൻഷനിൽ ക്രമീകരിച്ചു. ചെങ്ങന്നൂരിൻ്റെ വിവിധ ഇടങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രശംസനീയം ആക്കിയതിൽ ദൈവദാസൻ പാസ്റ്റർ ജോമോൻ ജോർജിൻ്റെ പങ്ക് അഭിനന്ദനാർഹമാണ്. 2024 ഡിസംബർ 23-24 ദിവസങ്ങളിൽ ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ AG പന്തളം സെക്ഷൻ കമ്മിറ്റിയുടെയും സെക്ഷൻ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പന്തളം ടൗണിലും ഉൾപ്രദേശങ്ങളിലും പരസ്യങ്ങളും മുറ്റത്ത് കൺവെൻഷനുകൾ നടത്തുവാൻ ഇടയായി. മുറ്റത്ത് കൺവെൻഷനിൽ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ മുണ്ടിയപ്പള്ളി പ്രസംഗിച്ചു. ഈ പ്രോഗ്രാമുകൾ വിജയകരമാക്കുവാൻ പ്രവർത്തിച്ച പന്തളം സെക്ഷൻ കമ്മിറ്റിക്കും സെക്ഷൻ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ പാസ്റ്റർ സാമുവൽ ജോൺസൺ, പാസ്റ്റർ PM ജോൺസൺ ആദിയായ ദൈവദാസന്മാരെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ പ്രോഗ്രാമുകളിൽ AG എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മേഖലാ ഡയറക്ടർമാർ, പ്രസ്ബിറ്റർമാർ തുടങ്ങിയ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ പല മീറ്റിങ്ങുകളിലും ഈ ടീമിനോടൊപ്പം ശുശ്രൂഷയിൽ സഹകരിച്ചതിന് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈ ദൈവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. 2025 കാലയളവിൽ ലക്ഷ്യമാക്കി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ലഹരി വിരുദ്ധ കേരള സുവിശേഷ സന്ദേശയാത്ര കേരളത്തിൻ്റെ വടക്കേയറ്റമായ കാസർഗോഡ് നിന്നും ആരംഭിച്ച് തെക്കേയറ്റമായ പാറശാല വരെ 14 ജില്ലകളിലും ഒട്ടുമിക്ക താലൂക്കുകളിലും പരസ്യങ്ങളും മുറ്റത്ത് കൺവെൻഷനുകളും നടത്തി കർത്താവിൻ്റെ വരവിനായി അനേകരെ ഒരുക്കുവാനും സമൂഹത്തിൽ നമ്മുടെ സഭകൾ ശക്തിയോടെ ബലപ്പെടുവാനും ഈ പ്രവർത്തനങ്ങൾ ഇടയാക്കി തീർക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ മാസങ്ങളിൽ വിവിധയിടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാനും 100 ബൈബിളുകൾ വ്യക്തികളുടെ കയ്യിൽ എത്തിക്കുവാനും 1000 ട്രാക്റ്റുകൾ വിതരണം ചെയ്യുവാനും ആളുകൾ കൂട്ടം കൂടുന്നിടത്ത് പരസ്യോഗങ്ങൾ ധാരാളം നടത്തുവാനും ആവശ്യപ്പെട്ട ഇടങ്ങളിൽ മുറ്റത്ത് കൺവെൻഷനുകൾ നടത്തുവാനും കർത്താവ് കൃപ ചെയ്തു. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേറ്റർമാരായ പാസ്റ്റർ P. എബ്രഹാം,
എബ്രഹാം, ഇവാഞ്ചലിസ്റ്റ് ഐസക് ജോർജ്, ഇവാഞ്ചലിസ്റ്റ് മാത്യു വർഗീസ് എന്നിവരെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ആയതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്ത എല്ലാവരെയും ഞങ്ങളുടെ പ്രാർത്ഥനയും നന്ദിയും അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുമ്പോൾ വരും ദിവസങ്ങൾ നടക്കുവാൻ പോകുന്ന കേരള യാത്രയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങളെ തിരഞ്ഞെടുത്തു ആക്കിവെച്ച സർവ്വകൃപാലുവായ ദൈവത്തിനും കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട കൈത്താങ്ങിലേകിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വീണ്ടും ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകിയതിനും ബഹുമാനപ്പെട്ട സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് സർവ്വാദരങ്ങളോടെ നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി ഓർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥനയോടെ ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു എന്ന് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സെക്രട്ടറി പാസ്റ്റർ ജോൺസൺ മാമൻ. ഇത് സംക്ഷിപ്തമായിട്ടുള്ള റിപ്പോർട്ടാണ്, വിശദമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ കൃപയാൽ അസംബ്ലീസ് ഓഫ് ഗോഡിനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെമ്പോ ട്രാവലർ KL 25F3287 ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വാഹനമാണ്. കേരളത്തിൻ്റെ എല്ലാ തെരുക്കോണിലൂടെ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നു. അനുഗ്രഹീതരായ പ്രസംഗകർ, പാട്ടുകാർ, സിസ്റ്റം ഓപ്പറേറ്റേഴ്സ് എല്ലാം ഞങ്ങൾക്കുണ്ട്. ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ പുറത്തുനിന്നുള്ള ആളുകളെ ഞങ്ങൾ സാധാരണ വിളിക്കാറില്ല. എങ്കിലും ഇപ്പോൾ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ സഹകരിച്ചിട്ടുണ്ട്, ദേവദാസന്മാർ സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരെയും ഈ സമയത്തൊന്ന് പരിചയപ്പെടുന്നതിയായി സന്തോഷമുണ്ട്. റിപ്പോർട്ട് വായിച്ച പാസ്റ്റർ ജോൺസൺ മാമൻ ഇതിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. മീഡിയയുടെ ഡയറക്ടർ പാസ്റ്റർ രാജീവ് ജോൺ, എല്ലാവരും എഴുന്നേറ്റ് നിന്നട്ടെ. പാസ്റ്റർ അനീഷ് കെ ഉമ്മൻ പത്തനാപുരം, പാസ്റ്റർ ബിജു തങ്കച്ചൻ അടൂർ, പാസ്റ്റർ ജോബൻ എലീഷ ട്രിവാൻഡ്രം, പാസ്റ്റർ ഷാജി സാമുവൽ കട്ടപ്പന, പാസ്റ്റർ അജി പി ജോസഫ് കോലഞ്ചേരി, പാസ്റ്റർ റോബിൻ ജേക്കബ് ചുങ്കപ്പാറ, പാസ്റ്റർ രാഹുൽ AM ട്രിവാൻഡ്രം പാലോട്, പാസ്റ്റർ സൈമൺ PL എറണാകുളം, പാസ്റ്റർ കനകരാജ് ട്രിവാൻഡ്രം, പാസ്റ്റർ ഷിബു മണി ട്രിവാൻഡ്രം, ബ്രദർ ഷിബു പാപ്പച്ചൻ പത്തനാപുരം. അദ്ദേഹത്തിന് ഒരു അസൗകര്യമുണ്ടായതുകൊണ്ട് എത്തുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ ദീപ് പോൾ. ഇത്രയും ആളുകളാണ് ഇതിലുള്ളത്. അപ്പോൾ തന്നെ 3 കോർഡിനേറ്റേഴ്സ്. പാസ്റ്റർ P. എബ്രഹാം പത്തനാപുരത്തുകാരനാണ്, അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്. പ്രിയ മോനിച്ചാൻ വന്നതിയായി സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. കുറത്തേക്കാട് സഭയുടെ ഒരു അംഗമായിരിക്കുന്ന ബ്രദർ ഐസക് ജോർജ്, USA ഐസക് ജോർജിൻ്റെ കോർഡിനേറ്ററാണ്. ദോഹയിലുള്ള ഇവാഞ്ചലിസ്റ്റ് മാത്യു വർഗീസ് ഇതിൻ്റെ കോർഡിനേറ്റർമാരിൽ ഒരാളാണ്. അവർ ചെയ്യുന്ന എല്ലാ സംഭാവനകൾക്കായി നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് ഇതിൻ്റെ മീഡിയയുടെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ രാജീവ് ജോൺ വേഗത്തിൽ മുൻപോട്ട് കടന്നു വരും. ക്രിസ്തേശിയിൽ എല്ലാവർക്കും വന്ദനം. ഞങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കി വിളിച്ചു വേർതിരിച്ച സർവേശ്വരനായ ദൈവത്തിന് ഹൃദയംഗമായി ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് ദൗത്യമേൽപ്പിച്ച, ഞങ്ങളെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ നിയോഗിച്ച മലയാളം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സൂപ്രണ്ട്, വേദിയിലായിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവറുകൾ, അസാന്നിധ്യത്തിലും അസിസ്റ്റൻ്റ് സൂപ്രണ്ട് റവറൻഡ് ഡോക്ടർ ഐസക് വി മാത്യു അവറുകൾ, പാസ്റ്റർ PK ജോസ്, പാസ്റ്റർ വർഗീസ് അവറുകൾ, എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഞങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുന്നു. 2022-24 കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഒരവസരം ആദ്യമായി ഞങ്ങൾക്ക് ലഭ്യമായി. എന്നാൽ ആ 2 വർഷക്കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു ടേം കൂടെ 2024-26 കാലഘട്ടങ്ങളിലൂടെ നൽകുവാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം കൂടെ കൂടുതലായി ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2024-26 വർഷങ്ങളിൽ 20 കർമ്മ പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് മുമ്പിൽ വന്നത്. 20 കർമ്മ പദ്ധതികളും ഭംഗിയായി പൂർണ്ണമായോ ഭാഗികമായോ പൂർത്തിയാക്കി ഞങ്ങൾ സന്തോഷത്തോടു കൂടി പടിയിറങ്ങുകയായിരുന്നു. എന്നാൽ വീണ്ടും അടുത്തൊരു ദൗത്യവുമായി അടുത്ത ടൈം ഞങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ കൂടുതൽ കർമ്മ പദ്ധതികളോടുകൂടി അലസ്യം ഇല്ലാതെ ആത്മവിശ്വാസത്തിൻ്റെ അതിപ്രസര നിമിത്തം അലംഭാവം കാണിക്കാതെ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ തന്നെ സജ്ജരാക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ടേമുകളിലായി കേരള യാത്ര, ഹൈറേഞ്ച് മിഷൻ, തീരദേശ മിഷൻ ഉൾപ്പെടെ കേരളത്തെ ചലിപ്പിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് ബലപ്പെടുത്തി. 500-ലധികം പരസ്യങ്ങൾ, 100ഓളം മുറ്റം കൺവെൻഷനുകൾ തുടങ്ങി വിവിധങ്ങളാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെപ്പാൻ ഞങ്ങൾക്ക് ഇടയായി എന്നത് ഏറെ ചാരിതാർത്ഥ്യം തരുന്നതാണ്. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി കീബോർഡ്, മൈക്ക് സിസ്റ്റം, അനുബന്ധ ഉപകരണങ്ങൾ, ലൈറ്റുകൾ അങ്ങനെ തുടങ്ങി സാങ്കേതികമായ എല്ലാ സംവിധാനങ്ങളും നൽകാനും ഞങ്ങളുടെ ഈ കമ്മിറ്റിക്കായി.
10,000 ട്രാക്റ്റുകൾ പ്രിൻ്റ് ചെയ്യാനും അത് വിതരണം ചെയ്യുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇതെല്ലാം കഴിഞ്ഞ കണക്കുകൾ മാത്രം. എന്നാൽ ഈ വർഷം പുതുതായി ഞങ്ങളെ ചുമതല ഏൽപ്പിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഞങ്ങളുടെ ഈ സംഘം മുന്നേറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞങ്ങളുടെ വരുന്ന ദിവസങ്ങളിലുള്ള കർമ്മപദ്ധതികൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സംക്ഷിപ്തമായി അവതരിപ്പിക്കട്ടെ. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്താലും. കേരള സുവിശേഷ സന്ദേശയാത്ര ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയതുപോലെ തന്നെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സഞ്ചരിപ്പാനുള്ള ഒരു കേരള സുവിശേഷീകരണ യാത്രയ്ക്കായി ഞങ്ങൾ തയ്യാറെടുക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ട്രാക്റ്റുകളെക്കാൾ കൂടുതൽ വിവിധങ്ങളും വൈവിധ്യങ്ങളുമായ ആനുകാലിക പ്രസിദ്ധിയുള്ള ട്രാക്റ്റുകൾ പ്രസിദ്ധീകരിക്കാനും ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കാലഘട്ടം മാറുന്നതിനനുസരിച്ച്, കാലഘട്ടത്തിൻ്റെ അഭിരുചിക്കനുസരിച്ച് ഡിജിറ്റൽ ഇവാഞ്ചലിസം എന്ന പേരിൽ പല തരത്തിലുള്ള ചെറു വീഡിയോ ക്ലിപ്പുകൾ, റീലുകൾ തുടങ്ങിയവ ചെയ്തുകൊണ്ട് സുവിശേഷം എത്തിക്കാൻ ഞങ്ങൾ സജ്ജരാകുന്നു. മുറ്റം കൺവെൻഷനുകൾ തുടങ്ങി വിവിധങ്ങളാകുന്ന നിലകളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ ഞങ്ങൾ ജാഗരൂകരാണ്. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. തീരദേശ ഹൈറേഞ്ച് സുവിശേഷ പാക്കേജുകൾ ഒരുപക്ഷെ പ്രത്യേകമായി എടുത്തു പറയത്തക്ക പാക്കേജുകളായി തന്നെ രൂപീകരിച്ചുകൊണ്ട് ആളുകളെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമാണ് ആ പാക്കേജുകൾ. ട്രൈബൽ ഇവാഞ്ചലിസം പ്രോജക്റ്റുകൾ, കാടിൻ്റെ ഉൾവനങ്ങളിൽ താമസിക്കുന്ന ട്രൈബലായിട്ടുള്ള ഏരിയകളിൽ ചെല്ലുവാനും അവിടെയുള്ള ആളുകളെ സുവിശേഷീകരിക്കാനും സഭകൾ സ്ഥാപിക്കാനും ഈ വർഷം ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഇന്ന് സുവിശേഷം എങ്ങനെ അറിയിക്കണം, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ നമുക്ക് പറയാം എന്നിങ്ങനെക്കുറിച്ചുള്ള ഇവാഞ്ചലിസം വർക്ക്ഷോപ്പുകൾ നടത്തുവാനും ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഈ കാലഘട്ടത്ത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഡോർ ടു ഡോർ ഇവാഞ്ചലിസം, വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഞങ്ങൾ ഈ ടേമിൽ ആഗ്രഹം ഉണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ സജ്ജരാണ്. ഇവാഞ്ചലിസം സാംസ്കാരിക യാത്രകൾ ഇന്ന് കേരളക്കരയുടെ കാണുന്ന തരത്തിലുള്ള സാംസ്കാരികപരമായ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ആകർഷിക്കുവാനും ആളുകളെ സുവിശേഷത്തിലേക്ക് വശീകരിക്കാനും ഒരുപക്ഷെ അവരെ അതിനോട് ചേർത്ത് നടത്തുവാനും വേണ്ടിയുള്ള സാംസ്കാരിക യാത്രകൾ നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ സഭകൾ അതിനുവേണ്ടി തയ്യാറായാൽ വാഹന സുവിശേഷീകരണ യാത്രകൾ സെക്ഷൻ തലങ്ങളിലും സഭാതലങ്ങളിലും നടത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ജലഗതാഗത സുവിശേഷീകരണ യാത്രകൾ ഒരുപക്ഷെ ആലപ്പുഴ തുടങ്ങിയുള്ള മേഖലകൾ, കൊല്ലം തുടങ്ങിയുള്ള മേഖലകൾ ജലത്തോട് ചേർന്ന് കിടക്കുന്ന, കായലിനോട് ചേർന്ന്, കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ആളുകളെ സുവിശേഷീകരിപ്പാൻ അങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു പുതിയ പാക്കേജ് ആരംഭിച്ചിട്ടുണ്ട്. ലഹരി വിമോചന സുവിശേഷ യാത്രകൾ പൊതുവെ നടത്തിവരുന്നതാണ്, വിശദീകരിക്കുന്നില്ല. ജയിൽ സുവിശേഷീകരണം എന്നാൽ ഇന്ന് ജയിലിൽ പെർമിഷൻ എടുത്ത് സുവിശേഷീകരണം നടത്തുവാനും താല്പര്യപ്പെടുന്നു. ഭിന്നലിംഗക്കാരുടെ ഇടയിലുള്ള സുവിശേഷീകരണം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് പാക്കേജുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലുള്ള സുവിശേഷീകരണം, അങ്ങനെ 15 കർമ്മ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി, നിങ്ങളുടെ പിന്തുണയ്ക്കായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. സദയം പ്രാർത്ഥിച്ചാലും. താങ്ക് യു. ഞാനിവിടെ നിന്നത് ടൈം ഈസ് പ്രഷ്യസ്, എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ മുമ്പിൽ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സമയമില്ല. ഈ സമയത്ത് ഒരു വാക്കിൽ ആശംസ അറിയിക്കേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ ഈ ടീമിന് ശക്തമായ പിന്തുണ നൽകുന്ന, പ്രാർത്ഥന നൽകുന്ന കോർഡിനേറ്റർ പ്രിയ മോനിച്ചാൻ പാസ്റ്റർ പി എബ്രഹാം. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാകട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മാനദണ്ഡങ്ങളായിരിക്കുന്ന അഭിഷിക്തന്മാർക്ക് ക്രിസ്തീയ വന്ദനം. ഞങ്ങളുടെ ഇവാഞ്ചലിസം ടീമിൻ്റെ നല്ല നിലയിൽ പ്രവർത്തനം ചെയ്യുവാൻ കഴിഞ്ഞ 2023-24 വർഷങ്ങളിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവിടയാക്കി. അതിനകത്ത് ഒരു കോർഡിനേറ്ററായി പ്രവർത്തിക്കുവാനും സാമ്പത്തിക കൂട്ടായ്മയ്ക്ക് സഹകരിപ്പാൻ കർത്താവിടയാക്കി. വീണ്ടും ലഭിച്ചിരിക്കുന്ന ഈ പുതുവർഷത്തിൽ ക്രിസ്തീയ സുവിശേഷീകരണത്തിനു വേണ്ടി നമ്മുടെ നാഥനും ഗുരുവും രാജാവുമായിരിക്കുന്നവർ കൽപ്പിക്കപ്പെട്ട ഭൂതലത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൗത്യത്തിനു വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കേണ്ടതിന് വേണ്ടി പാസ്റ്റർ ബിജു തങ്കച്ചൻ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന റവറൻ ഷോജി കോശി അവറുകൾ, സാന്നിധ്യം കൊണ്ട് ഈ വേദി അലങ്കരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും സഹായമായിരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കർത്താവിൻ ദാസൻ പാസ്റ്റർ ടി ജെ ശ്യാമൽ അവറുകൾ,
റവറൻ ഡോക്ടർ ഐസക് കി മാത്യു സാർ, വിശേഷാൽ ഈ വേദിയിൽ ഇപ്പോൾ ആയിരിക്കുന്ന റവറൻ തോമസ് വിൽഫ് അവറുകൾ, മറ്റ് 2 കർത്തൃദാസന്മാർ പാസ്റ്റർ പി കെ ജോസ്, ബാബു വർഗീസ് പാസ്റ്റർ, അവർ ഞങ്ങൾക്ക് നല്ല ഉദവികൾ ചെയ്തവരാണ്. അവരോടുള്ള വന്ദനവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച സർവശക്തനായ ദൈവത്തിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത്. 2022-24 വർഷങ്ങൾ കേരളം ഉടനീളം കർത്താവിൻ്റെ വചനമായി കടന്നു പോകുവാൻ പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ ദൈവത്തിൻ്റെ കരുണയാൽ വീണ്ടും 2024-26 വർഷത്തിൽ ഒരു ടൈം കൂടെ ലഭിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് ഞങ്ങളോട് കരുണ തോന്നി. അതിനുവേണ്ടി ഞങ്ങളോട് കരുണ കാണിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾക്ക് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു നൽകുവാനിടയായി തീർന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടുള്ള വിശേഷാൽ നന്ദി ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. കൂടാതെ മേഖലാ ഡയറക്ടർമാരായിട്ട്, പ്രസ്ബിറ്റേഴ്സായിട്ട് ഞങ്ങളെ സഹായിക്കുകയും ചർച്ചിൻ്റെ പാസ്റ്റേഴ്സായിട്ട്, വിശ്വാസികളായിട്ട് ഞങ്ങളെ ക്ഷണിച്ച് ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവരോടൊപ്പം പ്രവർത്തിച്ച് ദേശം മുഴുവൻ സുശേഷീകരിപ്പാൻ ഞങ്ങളെ സഹായിച്ചവരായ പ്രിയപ്പെട്ടവരുള്ള നന്ദി ഒറ്റ വാക്കിൽ സമയ ചുരുക്കത്താൽ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ടീം വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഈ ടീമിനെ ഇത്ര മനോഹരമായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ഡയറക്ടറെ ഓർത്ത കർത്താവിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ള 16 അംഗ ടീമിനെ നന്നായി നയിച്ച് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ കഠിനമായ എഫർട്ടിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദി കരയറ്റി അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ടീമിൽ പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന ദൈവദാസന്മാരാണ്. കേരളത്തിലുടനീളമുള്ള ദൈവദാസന്മാർ ഈ ടീമിൻ്റെ ഭാഗമാണ്. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ദൈവദാസന്മാർ ഈ ടീമിൽ ജോയിൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളിൽ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ 8 മണിക്ക് മുൻപേ ആ സ്ഥലത്ത് എല്ലാവരും ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം രാത്രികളിൽ പല ദൈവദാസന്മാർ സഭായോഗം കഴിഞ്ഞ സമയത്തിന് ഉടനെ തന്നെ സഭയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവദാസന്മാരുണ്ട്. എല്ലാ ദൈവദാസന്മാരും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് ആണ് ഈ വേലമുഖത്തായിരിക്കുന്നത്. അതിനോട് സഹകരിക്കുന്നത് ഏറ്റവും അധികമായി ഞങ്ങൾക്ക് സഹായമായി മാറുന്നത് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ സഭയുമാണ്. അവരോടുള്ള നന്ദിയും ഞങ്ങൾ വിശേഷാൽ ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഡയറക്ടറിൻ്റെ അടുത്തേക്ക് വന്നു. അതിൻ്റെ അർത്ഥം സമയം തീർന്നു എന്നുള്ളതാണ്. ഒരു വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുക, നിങ്ങൾ സഹായിക്കുക, ഞങ്ങളോടൊപ്പം സഹകരിക്കുക. നമുക്ക് ക്രിസ്തുവിൽ മുന്നേറാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് പ്രിയ ബിജുപാസ്ക്ക് നന്ദി. കഴിഞ്ഞ 2 വർഷവും കേരളത്തിലുടനീളം ഈ വാഹനവും ഞങ്ങൾ ടീമുമായിട്ട് പോകുവാൻ കർത്താവ് അവസരം നൽകി. എന്നാൽ പ്രിയമുള്ളവരെ, തദ്ദേശീയരായ ആളുകളുടെ സാമ്പത്തിക സഹായം കൊണ്ട് മാത്രമാണ് ഈ ടീം ഏറെക്കുറെ പോയത്. വിദേശ സഭകളൊന്നും തന്നെ ഒരു പൈസ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നൽകിയിട്ടില്ല. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണോ മുഴുവൻ പണവും തരുന്നത്? സാർ ഇത് കേൾക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകൾ തരുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, പിന്തുണയുണ്ട്. ഏത് കാര്യങ്ങൾ ചോദിച്ചാലും ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി, പ്രത്യേകിച്ച് പ്രിയ ടി ജെ ശമ്പൾ സാർ നൽകുന്ന നല്ല ഉത്സാഹങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊരു സ്ഥലത്ത് വരുമ്പോൾ സഭകളും വ്യക്തികളും ഞങ്ങളെ ആത്മാർത്ഥമായി സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമോ ഒരു ദിവസം ഞങ്ങൾക്ക് ടീമായിട്ട് അവിടെ പാർക്കുവാനുള്ള അവസരങ്ങൾ തരുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. ഈ വർഷവും കർത്താവിൻ്റെ കൃപയാൽ 24-26 പ്രവർത്തന വർഷം വൻ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ക്ഷണിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ കർമ്മ പദ്ധതികൾ കഴിഞ്ഞ വർഷം ഇവാഞ്ചലിസം ടീം നടത്തിയെടുപ്പാൻ തക്കവണ്ണം ഇടയായി. പ്രിയ ജെ ജോൺസൺ പാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ എന്നോട് പറഞ്ഞത്, ഈ ടീം അംഗങ്ങൾ എല്ലാവരും അനുഗ്രഹീതരായ പരസ്യയോഗ പ്രസംഗകരാണ്. ആ വിധത്തിൽ ഒരു നല്ലൊരു ടീമിനെ നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡിന് വളർത്തിയെടുപ്പാൻ തക്കവണ്ണം പ്രത്യേകിച്ച് പ്രിയ ജെ ജോൺസൺ പാസ്റ്റർക്കും പ്രിയപ്പെട്ടവർക്കും ഇടയായി എന്നത് വളരെ സ്തുത്യർഹമായ കാര്യമാണ്. പുതിയൊരു വർഷം അനുഗ്രഹീതമായ പദ്ധതികൾ നടപ്പിലാക്കാൻ തക്കവണ്ണം ഇവാഞ്ചലിസം ടീമിനെ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കരങ്ങളെ തട്ടി ഈ ടീമിനെ ഇവാഞ്ചലിസം ടീമിനെ നമുക്കൊന്ന് അനുമോദിക്കാം. കർത്താവ് സഹായിക്കട്ടെ. വരുന്ന വർഷങ്ങളിലും കർത്താവ് ശക്തമായി നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്നുള്ള ആശംസയും ഞങ്ങൾ നൽകുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രിയ പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പാസ്റ്റർ ജോമോൻ, പാസ്റ്റർ പി ബേബി, ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ, പ്രിയപ്പെട്ടവർ കൂടെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കാവുന്നതാണ്.
അടുത്തത് കേരള മിഷൻസ് ആണ്. കേരള മിഷൻസിൻ്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്നത് സി ഗുണശീലൻ പാസ്റ്ററാണ്. കേരള മിഷൻസിൻ്റെ പ്രധാന ഉദ്ദേശം സുവിശേഷം സഭകൾ ഇല്ലാത്ത ഇടങ്ങളിൽ സഭകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നു HMC എന്ന് പറയുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ പുനലൂർ ബൈബിൾ കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായി ഒരു സമയത്ത് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അത് പോരാ എന്ന് നമ്മുടെ മലയാളം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രിയ TJ ശാമുവൽ സാർ അടങ്ങുന്ന ടീം മനസ്സിലാക്കി പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ വിവിധ ഇടങ്ങളിൽ സഭാസ്ഥാപനം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നിർമ്മിച്ചതാണ്. അതിന് സ്ഥാപിതമാക്കിയതാണ് കേരള മിഷൻസ്. അവരുടെ പ്രവർത്തനം, അവരുടെ റിപ്പോർട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയമാണ്. അടുത്ത 15 മിനിറ്റ് പ്രിയ സി ഗുണശീലൻ പാസ്റ്റർ കേരള മിഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ സമയം കൈമാറും. പ്രൈസ് ലോർഡ്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രയർ കൺവീനറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എഡ്വിൻ ജോസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ കേരള മിഷനെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. അനേക പ്രവർത്തനങ്ങൾ ആരംഭിപ്പാൻ ഞങ്ങളെ സഹായിച്ചില്ല കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് നന്ദി പറയുവാനും അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ സമയമെടുക്കുന്നു. അനേക പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കമ്മിറ്റിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങളെ ഈ സമൂഹത്തെ, അസംബ്ലീസോട് സമൂഹത്തെ മുഴുവനും അനുഗ്രഹിക്കണമേ. അത് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ശക്തീകരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാം കർത്താവെ മംഗളമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവിൻ നാളിൽ വലിയൊരു കൂട്ടം ജനം കർത്താവെ അവിടുത്തെ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം സഹായിക്കണം. മുറ്റുമായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേരള മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് കേരള മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ ആയിരിക്കാൻ ദൈവം അവസരം തന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്തദാസന്മാർക്കായി, പ്രത്യേകിച്ച് ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സൂപ്രണ്ടായിരിക്കുന്ന പ്രിയ ശമൽ സാർ അവർകൾ താഴെയുണ്ട്. മറ്റെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകർന്നു. കേരള മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചുമല് കൊടുക്കുവാനും ഈ കമ്മിറ്റിക്ക് ദൈവം അവസരങ്ങൾ തന്നു. സുവിശേഷം എത്താത്ത ഭാഗങ്ങളെ കണ്ടെത്തി ആ സുവിശേഷത്തിൻ്റെ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ പ്രവർത്തനം ആരംഭിക്കുവാനും ദൈവദാസന്മാരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി പോസ്റ്റ് ചെയ്യുവാനും മാത്രമല്ല അവരെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുവാനും കഴിവതും ഉള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വീണ്ടും ഞാൻ ഈ 5ാമത്തെ വർഷമാണ് ഈ കമ്മിറ്റിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഈ കമ്മിറ്റിയിൽ വരുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. എന്നോടൊപ്പം 7 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി സഹോദരങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങൾ 8 പേരാണ് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, ദൈവകാര്യങ്ങൾക്ക് ചുമല് കൊടുക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ സമയം വെൽക്കം ചെയ്യുന്നതിന് ഞങ്ങളുടെ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ രാജു അവർകളെ മുന്നോട്ട് ക്ഷണിക്കുന്നു. എല്ലാ കർത്തദാസന്മാരെയും സ്വാഗതം ചെയ്യാം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്തൃദാസന്മാർ, ബഹുമാനപ്പെട്ട MDC ജനറൽ സെക്രട്ടറി തോമസ് ഫിലിപ്പ് സാർ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് വേഗത്തിൽ പരിചയപ്പെടുത്തി അവരെ വെൽക്കം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് പാസ്റ്റർ ഗുണശീലനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അനുഗ്രഹീതമായ ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ സ്റ്റീഫൻ ബേബി അസോസിയേറ്റഡ് ഡയറക്ടറായിട്ട്, പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ആമേൻ, അസോസിയേറ്റഡ് ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ആമേൻ. സെക്രട്ടറി ആയിട്ട് ഞാൻ തന്നെയാണ്. റവറൻഡ്
റെജിമോൻ സി ജോയി ട്രഷററായിട്ടും, പാസ്റ്റർ എഡ്വിൻ ജോസ് പ്രയർ കൺവീനറായിട്ടും, പാസ്റ്റർ സ്റ്റാൻലി പി വർഗീസ് പബ്ലിസിറ്റി കൺവീനറായിട്ടും, പാസ്റ്റർ ഷിബു GR മീഡിയ കോർഡിനേറ്ററായിട്ടും, ബ്രദർ രാജു ജോർജ് പ്രോഗ്രാം കൺവീനറായിട്ടും അനുഗ്രഹീതമായ ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുകയാണ്. താങ്ക് യു ദേവദാസന്മാരെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്നുള്ള ഈ റിപ്പോർട്ടുകൾ മുഴുവനും ഞങ്ങൾ വീഡിയോ ആക്കി ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഇവിടെ ഇപ്പോൾ നടത്തും. അന്നേരം തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ തക്കവണ്ണം കഴിയും. കേരളത്തിലെ എല്ലാ സെക്ഷനുകളിലും പുതിയ വേലസ്ഥലങ്ങൾ എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം തന്നെ എല്ലാ സ്ഥലങ്ങളിലും പുതിയ വേലസ്ഥലങ്ങൾ എടുക്കണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും ഏറ്റവും ആവശ്യമായിരിക്കുന്നു. അതിനായിട്ട് നിങ്ങളെ എല്ലാവരെയും അതിനായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയം വളരെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ സമയങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ ഷിബു GR പാസ്റ്ററായിരിക്കും. അദ്ദേഹമാണ് എൻ്റെ മീഡിയ കോൺട്രാക്ട്. മുന്നോട്ട് കടന്നു വന്ന് ആ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. No more introduction. Just one word. ഒക്ടോബർ മാസം 9-ാം തീയതി പ്രവർത്തനോദ്ഘാടനം ആരംഭിച്ച ഞങ്ങളുടെ ടീമിൻ്റെ പ്രവർത്തനം ചുരുങ്ങിയ കാലയളവിൽ ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു ചെറു പ്രസൻറ്റേഷൻ പ്ലീസ്. We, the entire team of Kerala Mission Department, greet you all in the matchless name of our Lord and Savior Jesus Christ. By giving all the glory and honor to the God Almighty, we proudly presenting the annual report of Kerala Mission Department 2024. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് സൂപ്രണ്ട് TJ ശമുൽ സാർ അവർകൾ, മറ്റ് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ ഡയറക്ടേഴ്സ്, പ്രസ്ബിറ്റേഴ്സ്, പാസ്റ്റേഴ്സ്, മറ്റ് സഹോദരന്മാർക്ക് കേരള മിഷൻ ടീമിൻ്റെ സ്നേഹവന്ദനം. 2024-26 വർഷത്തേക്കുള്ള കേരള മിഷൻ ടീമിനെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിയോഗിക്കുകയുണ്ടായി. നിയുക്ത കമ്മിറ്റിയിൽ ഡയറക്ടറായി റവറൻ ചാൾസ് ഗുണശീലൻ, അസോസിയേറ്റ് ഡയറക്ടറായി റവറൻ സ്റ്റീഫൻ ബേബി, സെക്രട്ടറിയായി റവറൻ NG രാജു, ട്രഷററായി റവറൻ റെജിമോൻ സി ജോയ്, കമ്മിറ്റി അംഗങ്ങളായി യഥാക്രമം റവറൻ ഷിബു GR, റവറൻ എഡ്വിൻ ജോസ്, റവറൻ സ്റ്റാൻലി പി വർഗീസ്, ബ്രദർ രാജു വെട്ടിക്കൽ എന്നിവരെ നിയോഗിച്ചു. നിയുക്ത കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം 2024 ഒക്ടോബർ മാസം 9-ാം തീയതി ദക്ഷിണ മേഖലയിൽ പ്ലാമൂഡ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ വിളിച്ചുകൂട്ടിയ പ്രവർത്തനോദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ട്രഷററായിരിക്കുന്ന റവറൻ PK ജോസ് അവർകൾ ഉദ്ഘാടന കർമ്മം നിർവഹിപ്പാൻ ഇടയായി. 55 സെക്ഷനുകളിലും 55 പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്ന ഉദ്യമ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേരള മിഷൻ ടീം അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. ദക്ഷിണ മേഖലയിൽ നടത്തിയ സമ്മേളനത്തെ തുടർന്ന് ഉത്തരമേഖലയിൽ അങ്കമാലി സെക്ഷനിൽ 2024 നവംബർ മാസം 12-ാം തീയതി ചൊവ്വാഴ്ച മിഷൻ ചലഞ്ച് എന്ന പേരിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടുവാൻ ദൈവം കേരള മിഷൻ ടീമിനെ സഹായിച്ചു. പ്രസ്തുത മീറ്റിംഗ് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ റവറൻ ബാബു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ മീറ്റിംഗിൽ മുഖ്യ സന്ദേശം നൽകിയത് റവറൻ ജോർജ് P. ചാക്കോ, ക്രൈസ്റ്റ് AG ചർച്ച് USA ആയിരുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അതൊരു വലിയ ആത്മീക അനുഗ്രഹവും ഓരോരുത്തരെയും ദൈവം ഫലമേൽപ്പിച്ച ആത്മീക ഉത്തരവാദിത്തങ്ങളിൽ ഒന്നുകൂടെ വ്യക്തികൾ, ശുശ്രൂഷകന്മാർ ഉണർത്തപ്പെടുന്നതിന് ആ യോഗം മുഖാന്തരമായി തീർന്നു. അങ്ങനെ ആ യോഗത്തെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് മുഴുവൻ മഹത്വവും അർപ്പിക്കുന്നു. മേഖലാതല സമ്മേളനങ്ങൾ മാത്രമല്ല, കേരള മിഷൻ ടീം സെക്ഷനുകൾ സന്ദർശിച്ചും ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടത്തുന്നതിനും അതാത് സെക്ഷൻ്റെ ആത്മീക അഭിവൃദ്ധിക്കും സഭകളുടെ ഉണർവിനുമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങളിവിടെ നന്ദിയോടെ ഓർക്കുകയാണ്. കേരള മിഷൻ ടീം സന്ദർശിച്ച സെക്ഷനുകൾ: കൊട്ടാരക്കര സെക്ഷൻ, പാലോട് സെക്ഷൻ, കുളത്തൂപ്പുഴ സെക്ഷൻ, കരുനാഗപ്പള്ളി സെക്ഷൻ, കഴക്കൂട്ടം സെക്ഷൻ.
എന്നീ സെക്ഷനുകളെയാണ് കേരള മിഷൻ ടീം സന്ദർശിച്ച് ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഈ ചുരുങ്ങിയ കാലയളവിൽ കേരള മിഷൻ ടീം ആരംഭിച്ച പുതിയ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ഒരു വാക്കിൽ പരിചയപ്പെടുത്തട്ടെ. പാസ്റ്റർ അലൻ സാബു, ഇളമന്നൂർ കടവ്, കുളത്തുപുഴ സെക്ഷൻ. പാസ്റ്റർ ജോൺ ടി മാത്യു, ദളവാപുരം, കരുനാഗപ്പള്ളി സെക്ഷൻ. പാസ്റ്റർ റെജി ജോൺ, നെല്ലിക്കുന്നം, കൊട്ടാരക്കര സെക്ഷൻ. പാസ്റ്റർ രാജൻ പി എം, പുല്ലാത്തങ്കവിള, അങ്കമാലി സെക്ഷൻ. പാസ്റ്റർ ക്രിസ്റ്റഫർ വൈ, പൗണ്ടുകടവ്, കഴക്കൂട്ടം സെക്ഷൻ. പാസ്റ്റർ ESS അജയൻ, ഇടിച്ചക്കപ്ലാമൂട്, നെയ്യാറ്റിങ്കര സെക്ഷൻ. പാസ്റ്റർ മനോജ് എം, പാറത്തോട്, അടിമാലി സെക്ഷൻ. പാസ്റ്റർ മാത്യു കുഞ്ഞച്ചൻ, ആരംപള്ളി, പാലോട് സെക്ഷൻ. പാസ്റ്റർ രാജേഷ് കെ, വെള്ളറട സെക്ഷൻ. പാസ്റ്റർ വിഷ്ണു, മേലെ ചിന്നാർ, നെടുങ്കണ്ടം സെക്ഷൻ. ഈ ചുരുങ്ങിയ കാലയളവിൽ ദൈവത്തിൽ ആശ്രയിച്ച് കേരള മിഷൻ ടീമിന് ഈ മേൽപ്പറഞ്ഞ സെക്ഷനുകളിൽ 10 പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും പ്രവർത്തനങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിനും സ്വർഗത്തിന് ദൈവം സഹായിച്ചു. കേരള മിഷൻ ടീമിൻ്റെ പ്രവർത്തനങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ദൈവദാസന്മാരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തട്ടെ. പാസ്റ്റർ ജോർജ് പി ചാക്കോ, ക്രൈസ്റ്റ് AG ചർച്ച് USA. പാസ്റ്റർ ജിനു മാത്യു, ബ്രിസ്റ്റോൾ AG ചർച്ച് UK. പാസ്റ്റർ MG ജോൺസൺ USA. പാസ്റ്റർ ഷിബു മാത്യു, ഫസ്റ്റ് AG ചർച്ച് കുവൈറ്റ്. കൂടാതെ കേരള മിഷൻ കമ്മിറ്റിയിൽ നിന്ന് ദൈവദാസന്മാർ മുഖാന്തരം, കമ്മിറ്റിയിലെ അംഗങ്ങളായ ദൈവദാസന്മാർ മുഖാന്തരവും കേരള മിഷൻ ടീമിന് ചില സഹായങ്ങൾ ലഭിച്ചു വരുന്നു. ഇങ്ങനെ കേരള മിഷൻ ടീമിൻ്റെ പ്രവർത്തനം ശക്തിയുക്തം മുന്നേറുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കേരള മിഷൻ ടീമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും കൈത്താങ്ങലുകളും നൽകിയ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഈ തരുണത്തിൽ ഞങ്ങൾ നന്ദിയും സ്നേഹവും വന്ദനവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഞങ്ങൾക്ക് കൈത്താങ്ങലായിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനെയും എല്ലാ ദൈവദാസന്മാരെയും ഈ തരുണത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇനിയും സെക്ഷനുകൾ സന്ദർശിച്ചുകൊണ്ട് സുവിശേഷം എത്തിയിട്ടില്ലാത്ത മേഖലകളിൽ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് സഭകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ ശുശ്രൂഷ ലക്ഷ്യത്തോടുകൂടെ കേരള മിഷൻ ടീം പ്രവർത്തിച്ചു വരുന്നു. ഈ ലക്ഷ്യപ്രാപ്തിക്കായി എല്ലാ ദൈവദാസന്മാരുടെ, വിശേഷാൽ മേഖലാ ഡയറക്ടേഴ്സ്, പ്രസ്ബിറ്റേഴ്സ്, സഭാ ശുശ്രൂഷകന്മാർ, വിശ്വാസികൾ എന്നിവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ പിന്തുണയും കൈത്താങ്ങലുകളും ദൈവനാമത്തിൽ ഞങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കേൾക്കുവാനിടയായിത്തീർന്നത്. അടുത്ത് ഈ കേരള മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ബന്ധത്തിൽ സാമ്പത്തികമായി അധികം സഹായിക്കുന്ന വ്യത്യസ്തമായ തരത്തിലുള്ള ദൈവദാസന്മാർ സഭകളുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞങ്ങളെ സഹായിക്കുന്നത് ന്യൂയോർക്കിലുള്ളതായ ക്രൈസ്റ്റ് AG ചർച്ചാണ്. അതുകൊണ്ട് അവർക്ക് ഈ പ്രോഗ്രാമിൽ ഒരു ഗീറ്റിങ്സിന് ഞങ്ങളൊരു അവസരം നൽകി. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് പരിചയമുള്ള പാസ്റ്റർ ഷാജൻ മുന്നോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ. അധ്യക്ഷവേദിയിലെ ആദരണീയർ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ക്രൈസ്റ്റ് AG മിഷൻസിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജോർജ് വി എബ്രഹാം സദസ്സിലുണ്ട്. അദ്ദേഹമാണ് എന്നെ ഈ ചുമതല നിയോഗിച്ച് ഈ വേദിയിലേക്ക് അയച്ചത്. കഠിനാധ്വാനികളും ആത്മാർപ്പണവുമുള്ള ദൈവദാസന്മാർ കേരളത്തിൽ ചർച്ച് പ്ലാന്റിങ്ങിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പെരിങ്ങമല എന്ന സ്ഥലത്ത് പാസ്റ്റർ ജോൺ സജീവ് 10 മാസങ്ങൾക്ക് മുമ്പ് 4 പേരുമായിട്ട് ആദ്യ ആരാധന നടത്തി. കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തിൻ്റെ സഭയിൽ 40 പേര് കൂടി വരുവാൻ ഇടയായിത്തീർന്നു. ഒരു ജോൺ സജീവല്ല, കേരളത്തിൽ നിരവധിയായിട്ടുള്ള ജോൺ സജീവന്മാർ കേരള ഗ്രാമങ്ങളിൽ അത്ഭുതങ്ങൾ വിരിയിക്കുന്നുണ്ട്. 1000 ദിവസം കൊണ്ട് 100 പേരുള്ള സഭകൾ സൃഷ്ടിക്കുക, യുണീക്ക് പാസ്റ്റേഴ്സ്, യുണീക്ക് ചർച്ചസ് എന്ന ലക്ഷ്യത്തോടെ ക്രൈസ്റ്റ് AG മിഷൻസ് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കേരള മിഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പാർട്ണർ ചെയ്ത് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. കേരള മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ നന്നായി സ്റ്റഡി നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഗ്രാമങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കുവാൻ കൊതിക്കുന്ന ഈ സമയത്ത് നമ്മളെല്ലാം അവരോട് തോളോട് തോൾ ചേർന്ന് നിൽക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒറ്റ സഭ പോലും ഇല്ലാത്ത ഒട്ടനവധി പഞ്ചായത്തുള്ള കേരളത്തിലെ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഈ കൂട്ടായ്മയോടൊപ്പം കേരള മിഷനോടൊപ്പം ചേർന്ന് നിന്ന് ഒരു വീട്, ഒരു മിഷൻ സ്റ്റേഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്കൊന്നിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. മുന്നിൽ നിന്ന് നയിക്കാൻ കേരള മിഷനുണ്ട്, ഒപ്പം പോകാൻ നമ്മളുമുണ്ട്. എങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ ഈ സംഖ്യകളൊന്നും ആയിരിക്കത്തില്ല, അതിനപ്പുറത്ത് അത്ഭുതകരമായ സംഖ്യകളുടെ കണക്കുകളുമായിട്ട് കേരള മിഷൻ കടന്നു വരുവാൻ നമുക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കാം. ക്രൈസ്റ്റ് ഏജ് മിഷൻസിൻ്റെ എല്ലാ ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ ഒന്നിച്ചനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സ്റ്റീവൻ ബേബി പാസ്റ്റർ മുന്നോട്ട് കടന്നു. കർത്താവിൻ്റെ നാമത്തിന് വന്ദനം ചൊല്ലട്ടെ. എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി, ധനം ഒരു വെല്ലുവിളി ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മീതെ ഒരു വെല്ലുവിളിയുണ്ട്. ദർശനമുള്ള ദൈവദാസന്മാർ, കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള ദൈവദാസന്മാരെ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളേക്കാൾ അപ്പുറമാണ് ഈ വെല്ലുവിളി. അതിന് ദൈവസഭ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വെച്ചിരിക്കുന്ന ആ ഡിമാൻഡുകൾ എല്ലാം അനുസരിച്ചുള്ള ദൈവദാസന്മാരെ ലഭിച്ചെങ്കിലേ നമുക്ക് വേല ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ദൈവസഭ ശക്തിയുക്തം പ്രാർത്ഥിക്കണം. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഈ കരമുയർത്തിയ നിങ്ങളെല്ലാവരും ഈ വിഷയത്തെ വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. താങ്ക് യു. എൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാൻ എൻ്റെ ട്രഷററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെജിമൻ സി മുന്നോട്ട് കടന്നു വരും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഷോജി പാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി തോമസ് ഫിലിപ്പ് സാറെ, ദൈവദാസന്മാർ, പ്രസ്ബിറ്റേഴ്സ്, എല്ലാ ദൈവമക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം. സംക്ഷിപ്തമായ റിപ്പോർട്ടുകൾ നിങ്ങൾ കേട്ടിരിക്കുകയാണ്. 56 സെഷനുകളിൽ കേരള മിഷൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ 2,80,000 രൂപ ഒരു മാസം ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ 1,00,000 രൂപയ്ക്കകത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായി ഞങ്ങൾ പല സ്ഥലങ്ങളിലും ക്രൈസ്റ്റ് ഏജിയോട് ചേർന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സഭകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ, പ്രവർത്തന സ്ഥലങ്ങൾ, തീരദേശ സ്ഥലങ്ങൾ, അനേക സ്ഥലങ്ങൾ ഇപ്പോൾ പ്രവർത്തനത്തിന് വേണ്ടി സജ്ജമായിട്ടുണ്ട്. നേരത്തെ കേട്ടതുപോലെ ശക്തരായ ദൈവദാസന്മാരുടെ അഭാവം ഒരു ഭാഗത്തുണ്ട്, സാമ്പത്തികമായ പരിമിതികളുണ്ട്. എല്ലാ സഭകളും ദൈവദാസന്മാരും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കേരളത്തിൻ്റെ സുവിശേഷീകരണ ഭാഗമായ കേരള മിഷന് സാമ്പത്തികമായ സഹായം നൽകണം എന്നും ഞങ്ങളെ ചുമതലയിലേക്ക് നയിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം ധാരാളം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് നന്ദി പറയാൻ വേണ്ടി പാസ്റ്റർ സ്റ്റാൻലി വർഗീസ് മുന്നോട്ട് കടന്നു വന്നു. ഇതോടുകൂടി ഞങ്ങളുടെ ഈ പ്രോഗ്രാം അവസാനിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കേരള മിഷൻ്റെ സമ്മേളനത്തോടുള്ള ബന്ധത്തിൽ അധ്യക്ഷനായും ഈ കേരള മിഷൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പ്രിയ റവറൻ സി ഗുണശീലൻ അവർക്ക് വിശേഷാൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ കേരള മിഷൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന പ്രിയ സാറ് തൻ്റെ അഭാവത്തിൽ റവറൻ TJ ഷമൽ സാറിനും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ സദസ്സിൽ ആയിരിക്കുന്ന നമ്മുടെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന തോമസ് ഫിലിപ്പ് പാസ്റ്റർക്കും ഇവിടെ വേദിയിലായിരിക്കുന്ന മറ്റ് എല്ലാ ദൈവദാസന്മാർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ എന്നോടൊപ്പം കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന അസോസിയേറ്റ് ഡയറക്ടറായിരിക്കുന്ന റവറൻ സ്റ്റീഫൻ ബേബി പാസ്റ്റർക്ക്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത്, സെക്രട്ടറി ആയിരിക്കുന്ന റവറൻ NG രാജു, ട്രഷറായി പ്രവർത്തിക്കുന്ന റവറൻ റെജിമോൻ സി ജോയ്, മീഡിയ കോർഡിനേറ്ററായിരിക്കുന്ന ഷിബുജി പാസ്റ്റർ, മറ്റ് പ്രയർ കൺവീനറായിരിക്കുന്ന റവറൻ എഡ്വിൻ ജോസ്, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ കേരള മിഷൻ്റെ അഭ്യുതകാംക്ഷികളായിരിക്കുന്ന എല്ലാ പാസ്റ്റർമാർക്കും, സെക്ഷൻ പ്രസ്ബിറ്റേഴ്സ്, മേഖല ഡയറക്ടേഴ്സ്, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, സഹകരിക്കുന്ന, ഞങ്ങൾക്ക് നല്ല അഡ്വൈസ് നൽകുന്ന എല്ലാ ദൈവദാസന്മാർക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേവരെയും അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. കേരള മിഷൻസിൻ്റെ പ്രവർത്തനം നാം കേൾപ്പാനിടയായി. പ്രിയ സ്റ്റീഫൻ പാസ്റ്റർ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞൊരു കാര്യം, ദർശനമുള്ള ദൈവദാസന്മാർ പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. എനിക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. 18 വർഷം ഞാനൊരു സ്ഥലത്ത് പ്രവർത്തിച്ചതിന് ശേഷമാണ് അവിടെ ഒരു സഭ സ്ഥാപിതമായത്. എന്നാൽ കുണ്ട്ര സെക്ഷനിൽ ഞങ്ങൾ 6-7 സ്ഥലങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു. 2-3 വർഷം ഒരു വ്യക്തി പ്രവർത്തിച്ചു. അതിനുശേഷം അവരെല്ലാം കളഞ്ഞിട്ട് പോയി.
അതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികം, നാം അവിടെ മുടക്കുന്ന സാമ്പത്തികം, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ആളുകൾ, അതെല്ലാം വ്യർത്ഥമായി തീർന്നു. വിത്തൗട്ട് എ വിഷൻ ദർ ഇസ് നോ മിഷൻ. ആ ദർശനത്തിൻ്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഈ ദൗത്യത്തെ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നാം കേട്ടതുപോലെ ദർശനമുള്ള, ആത്മഭാരമുള്ള ദൈവദാസന്മാരെ അത്യന്താപേക്ഷിതമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തികം നമുക്ക് ലഭിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഇതിനെയൊക്കെ സ്നേഹിക്കുന്ന, ദൈവവേലയെ സ്നേഹിക്കുന്ന ദൈവമക്കൾ സാമ്പത്തികം ചെലവഴിക്കും. പക്ഷേ ദർശനമുള്ളവർക്ക് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഒരു നിമിഷം നമുക്ക് കരങ്ങളെ ഉയർത്തി ഈ പ്രവർത്തനത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. കർത്താവ് ഇതിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. പ്രത്യേക കേരള മിഷൻസിൽ പ്രവർത്തിക്കുന്ന സി ഗുണശീലൻ പാസ്റ്ററും തൻ്റെ ടീമിനെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നമുക്ക് കരങ്ങളെ തട്ടി അവർക്ക് അനുമോദനങ്ങളെ നൽകാം. പുതിയ ഒരു വർഷം അനുഗ്രഹീതമായ നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നേറുവാൻ തക്കവണ്ണം സർവ്വകൃപാലുവായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തത് ചാരിറ്റി വർക്കാണ്. അതിനോട് ബന്ധപ്പെട്ട് പാസ്റ്റർ പി ബേബി ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. ഗോഡ് ലവ്സ് ചാരിറ്റി എന്നൊരു ആപ്തവാക്യം നാം കേട്ടിട്ടുണ്ടാകും. തീർച്ചയായും പ്രതിസന്ധിയിലിരിക്കുന്ന വ്യക്തികളെ ചെന്ന് കണ്ട്, അവിടെ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടതായ നന്മ നൽകി അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നൊരു വലിയ ദൗത്യമാണ് ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു അനുഗ്രഹീതമായ ടീം നമ്മുടെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നൽകാൻ തക്കവണ്ണം ഇടയായി. പ്രിയ പി ബേബി പാസ്റ്ററുടെ അധ്യക്ഷതയിൽ അനുഗ്രഹീതമായ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മോട് ചില അവരുടെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് അറിയിക്കും. അതിനായി ബഹുമാന്യ കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. തുടർന്നുള്ള 15 മിനിറ്റ് പ്രിയ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ മീഡിയയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സൂപ്രണ്ട് TJ ശ്യാമൽ സാറ് അവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന ഷോജി കോസ്റ്റർ പാസ്റ്ററേയും മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി തോമസ് വിൽ പാസ്റ്ററേയും പ്രത്യേകം ഞാൻ വന്ദനം ചെയ്യുന്നു. ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രമേ പറയാനുള്ള സമയമുള്ളൂ. അത് നിങ്ങളുടെ മുമ്പിൽ സമയത്തിനുള്ളിൽ അവതരിപ്പിച്ചിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷങ്ങൾ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തത്തിൽ പ്രവർത്തിപ്പാനുള്ള അവസരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി എനിക്ക് നൽകി. അതിനുശേഷം ഇത്തവണയും കൺവീനറായി പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം നൽകിയ ബഹുമാനപ്പെട്ട സൂപ്രണ്ടനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. മാത്രമല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു അനുഗ്രഹിക്കപ്പെട്ട ബഹുമാനപ്പെട്ട മലയാളം കമ്മിറ്റിയെ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ചെയർമാൻ എപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ചെയർമാൻ റവറൻ TJ ശ്യാമൽ സാറാണ്. അതിനുശേഷമായിട്ട് ഡയറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ജോർജ് V. ഏബ്രഹാമാണ്. കൺവീനറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. കോർഡിനേറ്ററായിട്ട് കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജി ഫിലിപ്പാണ് പ്രവർത്തിക്കുന്നത്. ശാരീരികമായ ചില ക്ലേശങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളോടൊപ്പം കമ്മിറ്റിയിൽ സെക്രട്ടറി ആയിട്ട് കർത്താവിൻ്റെ ദാസൻ KK റോയ് പാസ്റ്റർ, ട്രഷററായിട്ട് ബ്രദർ ബാബു തോമസ് ചക്കുവള്ളി, കമ്മിറ്റി മെമ്പേഴ്സായിട്ട് പാസ്റ്റർ D. ജോൺ ലീ, പാസ്റ്റർ ബിജു കുര്യൻ, പാസ്റ്റർ ജോസഫ് കുഞ്ചറിയ, പാസ്റ്റർ ജേക്കബ് T. ജോൺ, പാസ്റ്റർ സാജു ജോൺ, ബ്രദർ ബിനു കുര്യാക്കോസ്, ബ്രദർ ബെന്നി ഡാനിയൽ എന്നിവരാണ്. ചിലർക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. എത്തിച്ചേർന്നവർ ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവർ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരുന്നാട്ടെ. അവരോടൊപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ നാളുകളിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ഇവിടെ നിന്നുകൊണ്ട് പറയുന്നതിന് പകരം ഒരു വീഡിയോ നാം തയ്യാറാക്കിയിട്ടുണ്ട്. അതിപ്പോൾ പ്ലേ ചെയ്യുന്നതാണ്. പ്ലീസ്.
എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിലെ നിർത്തലരുടെ വിവിധ നിലകളിലുള്ള അടിയന്തര ആവശ്യങ്ങളിൽ സഹായത്തിന്റെ കരം നീട്ടിക്കൊണ്ട് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ജീവകാരുണ്യ വിഭാഗമായ ചാരിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയ്തു വരുന്ന പ്രവർത്തന പദ്ധതികളുടെ ഒരു ലഘു ചിത്രീകരണമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് സൂപ്രണ്ട് റവറൻഡ് TJ സാമുവൽ ചെയർമാനായും, പാസ്റ്റർ ജോർജ് B. എബ്രഹാം ഡയറക്ടർ, പാസ്റ്റർ P. ബേബി കൺവീനർ, പാസ്റ്റർ ബിജി ഫിലിപ്പ് കോർഡിനേറ്റർ, പാസ്റ്റർ KK റോയ് സെക്രട്ടറി, ബ്രദർ ബാബു തോമസ് ട്രഷറർ, കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവർ നേതൃത്വം നൽകി വരുന്നു. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട സൂപ്രണ്ട് TJ സാമുവൽ സാർ, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഐസക് B. മാത്യു സാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി നൽകുന്ന ഉപദേശങ്ങൾക്ക് പ്രത്യേകം നന്ദി. കഴിഞ്ഞ നാളുകളിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ ദൈവദാസന്മാരെയും അവർ നടപ്പിലാക്കിയ പദ്ധതികളെയും നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ചാരിറ്റി ഡിപ്പാർട്ട്മെന്റ് നടത്തിവരുന്ന പ്രവർത്തന പദ്ധതികൾ ഇവയാണ്: ഭവന നിർമ്മാണ പദ്ധതി, ചികിത്സാ സഹായ പദ്ധതി, വിദ്യാഭ്യാസ സഹായ പദ്ധതി, സാമൂഹിക സേവന പദ്ധതി, മെഡിക്കൽ ക്യാമ്പ്, വിവാഹ സഹായ പദ്ധതി, ഉപജീവന മാർഗ സഹായ പദ്ധതികൾ. ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 10 വീടുകൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ചു വരുന്നു. കോതമംഗലം സെക്ഷനിൽ ഒരു ഭവനം നിർമ്മിച്ച് എല്ലാ വീട്ടുപകരണങ്ങളോടും കൂടി താക്കോൽ ദാനം നിർവഹിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ ഭവനം പൂർണ്ണമായി സ്പോൺസർ ചെയ്ത കരുനാഗപ്പള്ളി സെക്ഷനിലുള്ള കുടുംബത്തെ നന്ദിപൂർവ്വം ഈ അവസരം ഓർക്കുന്നു. ഇപ്പോൾ ആലപ്പുഴ സൗത്ത് സെക്ഷനിലുള്ള ഒരു കുടുംബത്തിനായി ഭവന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ന്യൂയോർക്കിലുള്ള ക്രൈസ്റ്റ് ഏജ് ചർച്ചിന്റെ സേവന വിഭാഗമായ റേ ഓഫ് ലവും ആലപ്പുഴ സൗത്ത് സെക്ഷനും ചേർന്ന് ഈ ഭവന നിർമ്മാണം സ്പോൺസർ ചെയ്തിരിക്കുന്നു. കൂടാതെ 2 ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം കരുനാഗപ്പള്ളി സെക്ഷനിലുള്ള ഒരു കുടുംബം സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഈ 2 വീടുകളുടെയും നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതാണ്. തുടർന്നുള്ള 6 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതിന് ഈ പദ്ധതിയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ചികിത്സാ സഹായ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾ, ചികിത്സയിലൂടെ കടന്നുപോകുന്ന ക്യാൻസർ രോഗികൾ, ഹൃദ്രോഗികൾ തുടങ്ങി വിവിധ രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്നവർക്കുള്ള സഹായം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഡയാലിസിസിലൂടെ കടന്നുപോകുന്ന വൃക്ക രോഗികൾക്കുള്ള പ്രതിമാസ സഹായവും നൽകിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഭാഗമായി പഠനത്തിൽ ഉന്നത നിലവാരമുണ്ടെങ്കിലും സാമ്പത്തികമായി പരാധീനതകൾ നിമിത്തം ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു കൈ സഹായം എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഒറ്റത്തവണ സഹായവും തുടർമാനമായുള്ള സഹായങ്ങളും ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നു. സാമൂഹിക സേവന പദ്ധതി ക്രിസ്തുവിനെ സമൂഹത്തിൽ വെളിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നാം ചെയ്തു വരുന്ന സഹായ പദ്ധതിയാണിത്. വീൽ ചെയറുകൾ, മെഡിക്കൽ ബെഡുകൾ, ഡയാലിസിസ് കിറ്റുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടു വരുന്നു. മലയാളം ഡിസ്ട്രിക്റ്റിലുള്ള 56 സെക്ഷനുകളിലെ 56 താലൂക്ക് ആശുപത്രികളിൽ 2 വീൽചെയറുകൾ വീതം 112 വീൽചെയറുകൾ വിതരണം ചെയ്യുവാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ്. ഈ പദ്ധതിയിൽ റേ ഓഫ് ലവ് പങ്കാളിത്തം വഹിക്കുന്നു. ഇതിന്റെ ആരംഭമായി ആലപ്പുഴ സൗത്ത് സെക്ഷനിൽ കാർത്തികപ്പള്ളി ചർച്ചിൽ വെച്ച് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് സൂപ്രണ്ട് TJ സാമുവൽ സാറും അസിസ്റ്റന്റ് സൂപ്രണ്ട് ഐസക് B. മാത്യു സാറും വിശിഷ്ട അതിഥികളായി പങ്കെടുത്ത പുതിയ പ്രവർത്തന വർഷത്തിലെ ഉദ്ഘാടന സമയം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കായി ഹരിപ്പാട് മുനിസിപ്പൽ ചെയർപേഴ്സണ് വീൽ ചെയറുകൾ കൈമാറ്റം ചെയ്യാൻ ഇടയായി. ചാരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിനായി ഒരു ആംബുലൻസ് എന്നത്. ഈ കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടും. വിവാഹ ധനസഹായ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിനായി സഹായം നൽകുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതിയിലൂടെ 20 യുവതികൾക്ക് ഇതിനോടകം സഹായം നൽകാൻ ദൈവം കൃപ ചെയ്തു. ഉപജീവന മാർഗ സഹായ പദ്ധതിയുടെ ഭാഗമായി ആട് വിതരണം, തട്ടുകട, തയ്യൽ മെഷീനുകൾ തുടങ്ങി ചെറു സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച് ഒരു കുടുംബത്തെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ചു വരുന്നു. ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാ പദ്ധതികളും നടപ്പിലാക്കുവാൻ സ്വദേശത്തും വിദേശത്തുമുള്ള സഭകളുടെയും വ്യക്തികളുടെയും കൈ തുറന്നുള്ള സഹകരണം അത്യാവശ്യമാണ്. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കൈകോർക്കാം. 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവർക്ക് നിങ്ങൾ അല്പം ഭൂമി നൽകാൻ തയ്യാറായാൽ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഒരു ഭവനമുണ്ടാകും. ഈ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ചാരിറ്റി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും, സഭകൾക്കും ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.
വീഡിയോയിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ട് അക്കാര്യങ്ങൾക്ക് വിശദമായി പോകുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അല്പം വിശദീകരണം ആവശ്യമാണല്ലോ. പക്ഷെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വന്നത് ഞാൻ ഓർപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 2:15-16 വാക്യങ്ങൾ. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരാധന പോലെ സ്തോത്രം പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ കൈത്താങ്ങൽ നൽകുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ സപ്പോർട്ടിൻ്റെ വിഷയത്തിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഇത്തവണ കമ്മിറ്റിയിൽ വന്നതിന് ശേഷം ചുരുങ്ങിയ സമയം കൊണ്ട് 2 ലക്ഷം രൂപ മെഡിക്കൽ സപ്പോർട്ടായിട്ട് കൊടുക്കുവാനിടയായി തീർന്നു. അതിന് ചില നിബന്ധനകൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡയാലിസിസ് പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ്, ഹൃദ്രോഗികളെ, വളരെ സീരിയസ് ആയിട്ടുള്ള രോഗത്തിലൂടെ കടന്നു പോകുന്നവർക്കാണ് പ്രത്യേകം ഞങ്ങൾ നൽകുന്നത്. ഡയാലിസിസ് പേഷ്യൻസിന് മാസം 5000 രൂപ 8 പേർക്ക് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനിയും 7 ഭവനങ്ങളുടെ പണി പൂർത്തീകരിക്കാനുണ്ട്. ഈ കാര്യത്തിൽ എല്ലാവരുടെയും കൈത്താങ്ങലുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും സമയക്കുറവ് മൂലം ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഡയറക്ടർ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് വി എബ്രഹാം നമ്മോട് കൂടെ ഉള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ക്രൈസ്റ്റ് AG ചർച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ പല പ്രൊജക്റ്റുകളെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കർത്താവിൻ്റെ ദാസൻ ജോർജ് വി എബ്രഹാം മുൻപോട്ട് വന്ന് ചില വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായി ഇരിക്കുന്ന പാസ്റ്റർ ഷോജി കോശി, നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടായിരിക്കുന്ന ശമുവൽ സാറ്, വേദിയിലായിരിക്കുന്ന തോമസ് ഫിലിപ്പ് പാസ്റ്റർ, ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺവീനറായിരിക്കുന്ന പാസ്റ്റർ പി ബേബി, അങ്ങനെ ഇവിടെ കടന്നുകൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി പ്രവർത്തിപ്പാൻ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളം ഇടയായി. അതിന് അനുവാദം തന്ന ഡിസ്ട്രിക്ട് കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അവർക്കെല്ലാം എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഒരു ദീർഘവീക്ഷണമുള്ള ഒരു സഭാ നേതാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആത്മീയ പിതാവെന്ന് വിളിക്കാം പാസ്റ്റർ ടി ശമുവൽ സാറിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മറ്റ് സംഘടനകളൊക്കെ ഈ ചാരിറ്റി ഡിപ്പാർട്ട്മെൻ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കിങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിപ്പാൻ ഈ ഡിസ്ട്രിക്റ്റ് അനുവദിച്ചു. അതിനായി ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ഏത് സഭയുടെയും, അല്ലെങ്കിൽ മറ്റു സഭയെപ്പറ്റി പറയുവാൻ എനിക്ക് അനുവാദമില്ലെങ്കിലും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭയെ പറ്റി പറയുമ്പോൾ 3 കൂട്ടം കാര്യങ്ങളാണ് ഒരു സഭ വളരുവാൻ, അതല്ലെങ്കിൽ അത് നിലനിൽക്കുവാൻ കാരണമായ കാര്യങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ഈ പോഡിയത്തിന് 2 കാലുകൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. വീണാൽ ഇതിനകത്തിരുന്നാൽ ഒടിഞ്ഞു താഴെ വീഴും. അതേസമയം ഇതിനകത്ത് ഒരു കാലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. എന്ന് പറയുന്നത് പോലെ ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവാഞ്ചലിസം, മിഷൻസ് ആൻഡ് ചാരിറ്റി. ഇത് 3 കൂടെ ചേർന്ന് കഴിയുമ്പോൾ സഭയ്ക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും, സഭ വളരും. ഈ വലിയ ദീർഘദർശനം കിട്ടിയ ഈ സഭയുടെ ആത്മീയ പിതാവിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന 12 പേരുണ്ട്, സത്യസന്ധരായ 12 പേർ. ഞാനിത് പറയുന്നതിന് കാരണം നമുക്ക് പണം ആവശ്യമാണ്, സാമ്പത്തികം ആവശ്യമാണ് ചാരിറ്റിക്ക്. വേറെ ഒരു സാമ്പത്തിക സഹായം നമുക്ക് എവിടുന്നും കിട്ടുന്നില്ല. ക്രൈസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് ന്യൂയോർക്ക്, അതിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. സഭാ അസോസിയേഷൻ പാസ്റ്റർ ജോർജ് പി ചാക്കോയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ആ വലിയ മനസ്സിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഏതാണ്ട് ഈ വർഷക്കാലം ഞങ്ങളുടെ ബഡ്ജറ്റ് 16 ലക്ഷം രൂപയാണ് ചാരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. മലയാളം ഡിസ്ട്രിക്റ്റിന് വേണ്ടി പല പ്രവർത്തനങ്ങൾ, ഇവിടെ കേട്ടതുപോലെ പല പ്രവർത്തനങ്ങളും തോളോട് തോള് ചേർന്ന് ഈ ഡിസ്ട്രിക്റ്റുമായിട്ട് സഹകരിപ്പാൻ
ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം നമ്മളെ ദൈവം സഹായിച്ചു. എൻ്റെ ആഗ്രഹം, ഇതൊരു ചെറിയ ഡിസ്ട്രിക്റ്റിൻ്റെ ഈ പ്രവർത്തനം നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു കാരുണ്യ പ്രവർത്തനമായി, അല്ലെങ്കിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തുന്നു. ഞങ്ങളുടെ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോളുണ്ട്, ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. കയ്യിലുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിട്ടിട്ട് പോയാൽ വളരെ ഉപകാരമാണ്. ₹1 ചലഞ്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാ വീട്ടിലും ഒരു ബോക്സ് വെച്ചിട്ട് ദിവസം ഒരാൾ ₹1. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ TJ സാമുവൽ സാർ മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ പ്രസ്താവിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിന് മഹത്വം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എളിയവരെ ആദരിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ആ സുവിശേഷത്തിൻ്റെ തന്നെ ഭാഗമാണ്. പാവപ്പെട്ടവർക്ക് ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുന്നതാണ്, പാവപ്പെട്ടവർക്ക് ചെയ്യാത്തത് ദൈവത്തിന് ചെയ്യാത്തതാണ്. അങ്ങനെയാണ് യേശു പഠിപ്പിച്ചത്. പൊതുവെ നമ്മുടെ ഈ സുവിശേഷം എന്ന് പറയുന്നത് പൊതുവെ പ്രസംഗം, ആളുകളെ മനസ്സാന്തരപ്പെടുത്തുക, സ്നാനപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ യേശു പഠിപ്പിച്ച വചനം നമുക്ക് രക്ഷിക്കപ്പെടാൻ നമ്മുടെ പ്രവൃത്തി കാരണമല്ല, പക്ഷേ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. അതിൻ്റെ ഭാഗമാണ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ചാരിറ്റി പ്രവർത്തനം. അതിന് ഉത്സാഹമായി നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവർ, പാസ്റ്റർ ബേബിയുടെ ഒരു തുടക്കമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിലാണത് തുടങ്ങിയത്. അതിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ഏബ്രഹാമിനെ കിട്ടി. വളരെ നല്ല മനസ്സുള്ള ഒരു സഹോദരൻ. എനിക്ക് ദീർഘ വർഷങ്ങളായിട്ട് പരിചയമുള്ള കുടുംബം, അവരുടെ കുടുംബം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സഹായിയാണ്. അദ്ദേഹത്തോടൊപ്പം ആ ചർച്ചും പാസ്റ്റർ ജോർജ് പി ചാക്കോ സഭ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താങ്കൾ കൊടുക്കുന്നു. കൂടെ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന നമ്മുടെ ഡയറക്ടറായിരുന്ന പാസ്റ്റർ ബിജി ഫിലിപ്പ് ഇതിനെ പുതിയ മണ്ഡലത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. വാസ്തവത്തിൽ ഇത് ചെയ്യുന്നത് ഓരോ സഭയ്ക്ക് വേണ്ടി ഒരു മാതൃക കാണിക്കുകയാണ്. ഓരോ സഭയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഇവിടെ തുടങ്ങുന്നത്. ഇവിടെ തുടങ്ങി അതെല്ലാത്തിലേക്കും പോകണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പല സഭകളും വിചാരിച്ചാൽ ഒരാണ്ടിൽ 1-2 വീട് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ കേരളത്തിലുള്ള സഭ വിചാരിച്ച് അതൊന്നും അസാധ്യമല്ല. ഈ പ്രവർത്തനങ്ങളിൽ ഏതും ഇപ്രാവശ്യം 56 താലൂക്ക് ആശുപത്രികളിലേക്കാണ് 2 വീൽ ചെയർ വീതം ക്രൈസ്റ്റ് ഏജി കൊടുക്കുന്നത്. അതിൻ്റെ തുടക്കം കഴിഞ്ഞ ദിവസം ഹരിപ്പാട് നഗരസഭയിലുള്ള അവിടുത്തെ ചെയർമാൻ്റെ കൈ കുഴപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി. അവിടെ നിങ്ങളെല്ലാവരും ഇതിൻ്റെ പങ്കാളികളാണ്. നിങ്ങളുടെ സഭയെ തന്നെ സജീവമായ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ചിലരുണ്ട്, ചില സെക്ഷനുകളുണ്ട്. എല്ലാവർക്കായിട്ടും സ്തോത്രം. ഇവരെ ടീമിനെ മൊത്തം ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ഈ മക്കൾ കൊടുത്ത ഈ ഉത്സാഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹം ഈ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ അനേകർക്ക് കൊടുക്കാൻ അവരെ പ്രാപ്തിപ്പെടുത്തുന്നു. ആ പ്രവൃത്തികൾക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയും ഇത് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ ദൈവാനുഗ്രഹം പകരുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നുള്ള സാമ്പത്തിക വഴികളെ കൊടുക്കണമേ. അങ്ങയുടെ മക്കൾ ചെയ്യുന്നത് വളരെ വളരെ മടങ്ങായി ഞങ്ങളുടെ സഭകളെ ഏറ്റെടുക്കാൻ അവിടുത്തെ അനുഗ്രഹം കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കാട്ട് യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ എന്ന് പറയത്തില്ലയോ? ആമേൻ. പാസ്റ്റർ ബേബി, ഈ മെഡിക്കൽ എമർജൻസീസിന് എനിക്കിങ്ങനെ
ആഴ്ച 2-3 മെസ്സേജ് അയക്കും. അപ്പോൾ ഉടനെ ഞാൻ മറുപടി അയക്കണം. കണ്ടാൽ ഉടൻ എല്ലാ ദിവസവും നോക്കും, പല പ്രാവശ്യം നോക്കും. അന്നേരം തന്നെ ഞാനത് റെക്കമെൻഡ് ചെയ്ത് ഓഫീസിലേക്ക് കൊടുക്കും. അങ്ങനെ ഇതെല്ലാം ഒട്ടും കാലതാമസം ഇല്ലാതെ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുന്ന നടപടികളാണ്. എനിക്ക് കിട്ടി ഞാൻ കണ്ട ഉടൻ എത്ര തിരക്കാണെങ്കിലും അന്നേരം തന്നെ അത് അപ്രൂവ് ചെയ്ത് ഓഫീസിന് കൊടുക്കും. ഇച്ചിരി ഞാനൊന്ന് ഒരു ദിവസം വൈകിപ്പോയി അദ്ദേഹം അടുത്ത മെയിൽ വിടും. അങ്ങനെ ഇതെല്ലാം വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. എല്ലാത്തിനായി സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. നമ്മുടെ സമയം അല്പം മുന്നോട്ട് പോയി. യഥാർത്ഥത്തിൽ 10:30 ഈ മോർണിംഗ് സെക്ഷൻ നിർത്തേണ്ടതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താനായി പോകുന്നതും. നമുക്ക് പ്രത്യേകാൽ ഈ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ ഓർത്തൊരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 25 നമുക്കറിയാവുന്ന ഒരു വാക്യം, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അപ്പോൾ ഈ ചെറിയവരെ കുറിച്ച് കർത്താവ് പറയുന്നത് അത് ഞാനായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിലൂടെ ഞങ്ങളുടെ കുണ്ട്ര സെക്ഷനിൽ ഒരു സഹോദരൻ എൻ്റെ കൈ കൊണ്ട് 3000 രൂപ തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആടിനെ വാങ്ങിച്ച് തന്നതാണ് ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ കാശ് തന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി അടുത്ത ഒരാടിനെ, അതിൻ്റെ ഒന്നിൽ ആടിൻ്റെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ആടിനെ നിങ്ങൾ അടുത്ത ഒരാളിന് കൊടുക്കണം. എൻ്റെ 3000 രൂപ കൊണ്ട് തന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അടുത്ത ആളിനെ ആരാന്ന് വെച്ചാൽ പാസ്റ്റർ കണ്ടെത്തി കൊടുക്കണമെന്ന് പറയാനിടയായി. ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ സാറ് വളരെ വിശാലമായി അതിന് നല്ലൊരു കാര്യം, അതിനെക്കുറിച്ച് അതിന് വേണ്ടതായ ആമുഖമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും തുടർന്ന് നമ്മുടെ പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റിനെ നയിക്കുന്നതായ പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റ് ചെയർമാൻ പാസ്റ്റർ ജോമോൻ കുരുവിള എനിക്ക് നല്ലൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സമയം അതിനെടുക്കുന്നില്ല, സമയം മുന്നോട്ട് പോയി എന്ന കാരണത്താൽ നമുക്കെല്ലാവർക്കും അറിയാം വലിയൊരു ചലനാത്മകമായ പ്രാർത്ഥന മണ്ഡലത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. പ്രഭാതത്തിൽ ഇവിടെ പ്രെയർ നടക്കുന്നു, എല്ലാ ആഴ്ചകളിലും പ്രെയർ നടക്കുന്നു. മാസത്തിൽ ആരംഭം മുതലേ പ്രെയറാണ്. ഒരു ആത്മനിയന്ത്രിതമായ ഒരു പ്രവൃത്തിയുടെ കാരണം ഈ പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രാർത്ഥനയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ജോമൻ പാസ്റ്റർ ഞാൻ മുന്നോട്ട് ക്ഷണിക്കും. ദൈവനാമത്തിന് സ്തോത്രം. നമ്മൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന TJ ചമുൽ സാറ്, തോമസ് ഫിലിപ്പ് സാറ്, ഇന്നത്തെ അധ്യക്ഷൻ ഷോജി കോശി പാസ്റ്റർ, പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റ് കമ്മിറ്റി, മറ്റ് പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ, നമ്മുടെ പ്രെയറിൻ്റെ അനേക സ്ലോട്ട് ലീഡേഴ്സ് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും വിശേഷമായ സ്നേഹവന്ദനം. നീണ്ട വർഷങ്ങൾ തൻ്റെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ദർശനത്തെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ച് എന്നോട് ഇങ്ങനെ ഒരു 24 മണിക്കൂറിൻ്റെ പ്രെയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള വളരെ താല്പര്യത്തോടു കൂടെ ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചു. പക്ഷേ ഇത്രത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തി. അതിനായിട്ട് എപ്പോഴും ദൈവം ഒരു ദർശനം നൽകുന്നത് ഒരു വ്യക്തിയിലാണ്. ആ രീതിയിൽ ലോകരാജ്യങ്ങളെ തൊടുവാൻ വേൾഡ് വൈഡായിട്ട് അനേകരെ ഒത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് വിശേഷാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ തന്നെ റീസെൻ്റ്ലി നമ്മുടെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ കുരമ്പാല ചർച്ചിൽ വെച്ച് ഈ മാസം 21-ാം തീയതി ഞങ്ങളൊന്ന് കൂടി കഴിഞ്ഞപ്പോൾ പ്രിയ സാറിന് ഒരു നിയോഗമുണ്ടായി. നമ്മൾ ഇന്നു മുതൽ എല്ലാ ദിവസവും 5 മണിക്ക് ഗ്രൗണ്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാനന്നേരം പറഞ്ഞു, സാറന്നേരം പുല്ലൂരിൽ നിന്ന് വരണമെങ്കിൽ 4 മണിക്ക് ഇറങ്ങണമല്ലോ, സാറിൻ്റെ ഒരു ഭാഷാശൈലിയുണ്ട്, ഞാൻ വരും. അത് അപ്രോപ്യമാണെന്ന് അന്നേരം തോന്നി. പക്ഷേ ദൈവകൃപയാൽ ഇന്ന് വരെയും എല്ലാ ദിവസവും 5 മണിക്ക് ഇവിടെ കടന്നു വന്ന് അനേക പ്രിയപ്പെട്ടവർ ഈ ഗ്രൗണ്ട് ചുറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദർശനത്തിനായിട്ടും മാതൃകയോടുകൂടെ നമുക്ക് മുന്നിൽ അനുകരിക്കാൻ നല്ലൊരു മാതൃക കാണിച്ചു തന്ന പ്രിയ സാറിനെ ഓർത്ത് സ്തോത്രം പറയുകയാണ്. കഴിഞ്ഞ നമ്മൾ ഇപ്പോൾ സൂം ഒന്ന്
ഡയറക്റ്റ് ഒന്ന് ലൈവായിട്ടൊന്ന് കാണിക്കാനായിട്ട് പോവുകയാണ്. അതിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ടവർ അതിനായിട്ട് കണക്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിനു മുന്നേ ഞാൻ പ്രയർ ഡിപ്പാർട്ട്മെൻറ്റ് കമ്മിറ്റിയെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പാസ്റ്റർ കുമാരദാസ് ടി, വൈസ് ചെയർമാൻ, ഒന്ന് എഴുതിയിട്ട് നിൽക്കുമോ? പാസ്റ്റർ ഇസഡ് എബ്രഹാം, സെക്രട്ടറി. പാസ്റ്റർ RV ജോയ്, കമ്മിറ്റി മെമ്പർ. പാസ്റ്റർ റെജി തങ്കച്ചൻ, കമ്മിറ്റി മെമ്പർ. പാസ്റ്റർ BK സാന്റോ, കമ്മിറ്റി മെമ്പർ. പാസ്റ്റർ ജോസ് മത്തായി, കമ്മിറ്റി മെമ്പർ. പാസ്റ്റർ കുര്യാക്കോസ് KC, ട്രഷററായിട്ട് പ്രവർത്തിക്കുന്നു. ദേവദാസിനെ കടന്നു വരാനായിട്ട് ഒരു അസൗകര്യം ഉണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ ഐക്യതയോടെ, സ്നേഹത്തോടെ ഒരു ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രിയപ്പെട്ടവരുടെ ആ ഒരു വലിയ സ്നേഹം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മളുടെ അനേക സ്ലോട്ട് ലീഡേഴ്സ് നമ്മുടെ മധ്യത്തിൽ ഉണ്ട്, ദൈവദാസിമാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് മാത്രം ഞാൻ സിസ്റ്റർ ജെയ്നി മറിയം ജെയിംസ്, സിസ്റ്റർ സാൻറ്റി കെ കോശി പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. നമ്മളുടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? യെസ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധികളായിട്ടാണ് ദൈവദാസിമാർ നമ്മുടെ മധ്യത്തിൽ. പ്ലീസ് ബി സീറ്റഡ്. അപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രയറിൽ തുടർമാനമായി ദുബൈയിലെ വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലും ഏകദേശം 6-7 മണിക്കൂർ നമ്മുടെ മധ്യത്തിൽ ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെ പോലെ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പാസ്റ്റർ സക്രിയ എബ്രഹാം, ഷാലിമേജി, ദുബായ്, പ്രിയപ്പെട്ട ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ മാത്യു ഷാമുവേൽ, കുവൈറ്റ്, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും, അനേക പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിൽ നാമത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സൂം ഈ സമയത്ത് തന്നെ ഞാൻ നിങ്ങളെ നമ്മുടെ സ്ലോട്ടുകൾ ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവദാസിമാർ, നിങ്ങളൊന്നും മുന്നോട്ടൊന്ന് കടന്നു വരുമോ? നമുക്ക് ഒരുമിച്ച് എല്ലാവരും ആ സ്ലോട്ട് ലീഡ് ചെയ്യുന്ന, അപ്പോൾ തന്നെ ഈ സ്ലോട്ടുകളിൽ പങ്കെടുക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവദാസിമാർ, പ്ലീസ് ഒന്ന് മുന്നോട്ടൊന്ന് കടന്നു വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഈ സൂമിനോട് കൂടെ ചേർന്ന് നിങ്ങളുടെ ഈ അല്ലെങ്കിൽ സഹകരണമാണ് ഈ പ്രാർത്ഥന മുന്നോട്ട് പോകാനായിട്ട് ഇടയായത്. ധൈര്യത്തോടെ പ്ലീസ്. നമ്മുടെ ദക്ഷിണ മേഖല ഡയറക്ടർ സനൽകുമാർ പാസ്റ്റർ വരെ നമ്മുടെ പ്ലീസ് എല്ലാവരും അല്പസമയം ഒന്ന് ദൈവത്തെ സ്തുതിച്ച്, ഓ ജീസസ്, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചേ. ശാരം ദൈ ഹത്തന ബദ്ധകരം ശകരം ധുനികൾ കമരേതകരം ധുനഭൗഷകരം തീരം ദു Oh Jesus. കൺവെൻഷനായി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിച്ചാട്ടെ. വലിയൊരു ദൈവപ്രവർത്തികൾ കഴിഞ്ഞ ഈ ആത്മമണ്ഡലത്തിൽ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ കൂടെ ലോക രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ശബ്ദം ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഈ ഹല്ലേലൂയ ശബ്ദം വ്യാപരിക്കുമ്പോൾ ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ആത്മാവിനൊരു സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതിന് അല്പസമയം എല്ലാവരും കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ചേ. ശാരം ധേരം ധേരക രംധന ഭട്ടക രംധന ഭട്ടാര അൽക്കന ഹത്തന ബേഖകറോ ഹസ്തന ബേജക രംഭനിയ ഹത്തന ബേറെ ഖോടഖ ഹസ്സേ ലംബേർ ഖോറോ അർത്തന ബേജേർ ഖാര അക്ഷല ഭട്ടക രംബാർ അർത്തന ബേജക ലുഖലഗോ ഹസ്സന ഭട്ടക രിഖാര ഹസ്സേ ലണ്ടാർ ഖസേ മീഠി ഖോറഷ് ഠോറ ഹസ്സല ബീഡി ഹോടഖ ഹസ്സല ബന്ധന ഭട്ടകറോ അക്ഷല ഹേതല ഹംസ
Ramsase, Ricari Camdoraso, Rim Sunday Ricamdo, Achala Batagari Kara, Asalabete Coro, Asalabida Baramtania, Andala Bichagari Coro, Asantere Bicara, Andala Bidi Tovere, Yeshovinati Muladamate, Indo Pagalkala, Atavina Velia Swandra, Ivada in the Kartave, Hallelujah, Kerala Toluna, oh India Toluna, Loga Rajangale Toluna, or Atavina Nodiga, hey, Atavina Nodi, hey, oh Atavina Tea, Ivada go Poraperte. Oh, Ramahashantarabia, Rokiminiantuna Mautala Baraga Saturu. Amen. മർമ്മങ്ങളെ താമെ സംസാരിച്ചാട്ടെ അവൻ അന്ധകാര മണ്ഡലങ്ങളത് കേൾക്കട്ടെ അന്ധകാര മണ്ഡലങ്ങളുടെ അവൻ ദൈവിക ജയം നേടുന്ന അവൻ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഹല്ലേലൂയ ആത്മനിറവിൽ അവൻ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചാട്ടെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഓരോ സ്ലോട്ടുകളും ലീഡ് ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവദാസിമാരാണ് ഈ പ്രാർത്ഥനയെ ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ പ്രയത്നം. രാത്രി കാലങ്ങളിൽ ഈ സ്ലോട്ട് ലീഡ് ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. സമയം നോക്കാതെ തുടർമാനമായി ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരെയും ഓർത്ത് വിശേഷം അഭിനന്ദിക്കുന്നു. എല്ലാവരും ഒന്ന് കരങ്ങൾ അടിച്ച് അവരെ ഒന്ന് അഭിനന്ദിച്ചാട്ടെ. പ്ലീസ് ബി സീറ്റഡ്. നിങ്ങൾ ഇരിക്കാം. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥന കേവലം ഒരു ജസ്റ്റ് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഒരു ചെറിയൊരു ഫോട്ടോ, ഒരു ദൈവപ്രവൃത്തിയെ മാത്രം ഒന്ന് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഒരു മലയാളി മിഷണറി, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നടന്നുപോയി ഒന്ന് സുവിശേഷം പറയുവാൻ പോലും കഴിയാത്ത കാലിൻ്റെ അവസ്ഥ, അത് നിങ്ങൾ കണ്ടുവല്ലോ. ഈ രീതിയിൽ കടന്നു പോകുവാൻ കഴിയാത്ത രീതിയിൽ വളരെ പ്രയാസത്തോടുകൂടെ ഈ സൂമിൽ ജോയിൻ ചെയ്തു പ്രാർത്ഥിച്ചു. ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ രീതിയിലായിരിക്കുന്ന അവസ്ഥയിൽ അവർ പ്രാർത്ഥിച്ചു. എനിക്കത് കഴിഞ്ഞ് മെസ്സേജ് വന്നത് മരുന്ന് കൂടാതെ റിവൈവൽ പ്രെയറിൽ കൂടെ പൂർണ്ണമായി ദൈവം സൗഖ്യം നൽകി. ആ ഫോട്ടോ ഇപ്പം കാണിക്കും. ആസ് ലോർഡ് ഹാലയിൽ പൂർണ്ണമായിട്ട് സൗഖ്യം ഹാലയിൽ നൽകിയ ഇതുപോലെയുള്ള അനേക ദൈവപ്രവർത്തികൾ നടക്കുന്നു. ദൈവത്തിൻ്റെ നാമം ഇതിൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ മീറ്റിങ്ങിൽ കൂടെ പ്രിയപ്പെട്ടവരെ ഇമ്പാക്റ്റ് ചെയ്ത ചില സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുവാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ആദ്യമായിട്ട് പാസ്റ്റർ സക്രിയ എബ്രഹാം മുന്നോട്ട്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വേദിയിലായിരിക്കുന്ന ആദരണീയരായ എല്ലാ ദൈവദാസന്മാർക്കും, പ്രത്യേകിച്ച് റവറൻ ടി ജെ ശ്യാമൽ സാർ, എല്ലാവർക്കും ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അവരുടെ പ്രവൃത്തി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർപ്പിക്കുവാൻ ഇതൊക്കെ ഇവിടെയായി തീർന്നു. എന്നാൽ എനിക്ക് ഇന്ന് പകൽക്കാലം പറയുവാനുള്ള നിയോഗം എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞു പോഡിയത്തിന് 3 കാലുകളുണ്ടെങ്കിൽ നമുക്ക് കയറിയിരിക്കാമെന്ന്. ഞാനൊരു സിവിൽ ആളായതുകൊണ്ട് എനിക്കൊന്നുകൂടെ പറയാൻ പറ്റും, ഒറ്റ പോളയിലാണെങ്കിലും അടിസ്ഥാനം ശരിയാണെങ്കിൽ നിശ്ചയമായിട്ടും അതിൻ്റെ പുറത്ത് കയറുന്ന നമുക്ക് തുള്ളിച്ചാടാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ വലിയൊരു അടിസ്ഥാനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൻ്റെയും ഒന്നല്ലെങ്കിൽ മറ്റൊരളവിൽ ഹല്ലേലൂയ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഹല്ലേലൂയ രാവും പകലും ദൈവസന്നിധാനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമാണ് എന്നുള്ളതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും ഞങ്ങളുടെ സഭയെയും ഉപയോഗിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആശയം കർത്താവിൻ്റെ ദാസൻ ടി ജെ ശ്യാമൽ സാറിൻ്റെ ആണെങ്കിലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജോമൻ പാസ്റ്റർ, തന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് ചെയ്ത് ഹല്ലേലൂയ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിനെയും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സർവകൃപാലുവായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെയും ഞങ്ങളുടെ സഭയുടെയും ഭാവങ്ങൾ നേർന്ന് വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നമ്മളുടെ കേരളത്തിന് പുറത്തുള്ള
നമ്മുടെ സ്ലോട്ട് ലീഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്താണ് പാസ്റ്റർ നമ്മുടെ മധ്യത്തിലായിരുന്നത്. അപ്പോൾ തന്നെ സ്ലോട്ടുകൾ ലീഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രമുഖമായി നിൽക്കുന്നത് നമ്മുടെ WMC ആണ്. അതിനായിട്ട് പ്രത്യേകിച്ച് മറിയാമ്മ ആൻറ്റിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ആ ദൈവദാസിമാരെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ മധ്യത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട സ്ലോട്ട് ലീഡർ സിസ്റ്റർ ജെയ്നി മറിയം ജെയിംസിനെ ക്ഷണിക്കുന്നു. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവവചന പഠനത്തിൻ്റെ ഒരു പരമ്പര തന്നെ ദൈവദാസിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. നമുക്കത് കേൾക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും നിയന്ത്രണവും മാത്രവും കർത്താവിൻ്റെ മഴ നനഞ്ഞ് ഒരു വല്ലാതെ കുതിർന്നിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിലായിരിക്കുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ആദരണീയരായ ശ്രേഷ്ഠ ദൈവദാസന്മാർ, ദൈവദാസിമാർ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തോടെയുള്ള ഒരു പ്രാർത്ഥന, അതാണ് ഈ സൂം ഓൺലൈൻ പ്രയർ. നിലയ്ക്കാത്ത പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് അവിടെ വ്യാപരിക്കുന്നത് മുഴുവൻ. ഓരോ വ്യക്തികളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ അവസ്ഥകളിൽ ചെന്ന് തൊട്ട് മെറ്റാമോർഫോ എന്ന് പറയുന്ന ആഴമേറിയ ഒരു സംഭവം ഓരോരുത്തരിലും ഒരു രൂപാന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഴമേറിയ ഒരു പരിവർത്തനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ സ്പർശിച്ച് ഈ പ്രെയർ ഓൺലൈനിൽ കൂടെ ചെയ്യുമ്പോൾ തന്നെ അതവരുടെ ബന്ധങ്ങളിലേക്ക് വ്യാപിക്കുന്നു. തകർന്നുപോയ അനേക കുടുംബ ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുന്നു. കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ സുവിശേഷ വേലയിൽ ശക്തമായി പ്രയോജനപ്പെടുന്നു. കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ എല്ലാം പിന്നെയും യഥാസ്ഥാനപ്പെടുന്നു. ഭാര്യ ഭർത്തൃബന്ധം യഥാസ്ഥാനപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവദാസന്മാർ, ദൈവദാസിമാർ അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ മണ്ഡലങ്ങൾ, ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുന്നു. ഇതിനൊക്കെയും ഒരു സാക്ഷിയാകുവാൻ കർത്താവ് എനിക്ക് ഈ നിലയ്ക്കാത്ത പ്രാർത്ഥനയിലൂടെ കർത്താവ് കൃപ തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമുക്ക് ട്രാൻസ്ഫോംഡ് ആകാം. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ പരമപിതാവിന് നമ്മെക്കുറിച്ചുള്ള ആ വിലയേറിയ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് മുമ്പേ നിവൃത്തിയാകുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് എത്ര പേർ കരങ്ങൾ ഉയർത്തും? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ മരണത്തിന് മുമ്പ്, കർത്താവിൻ്റെ വരവിന് മുമ്പ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയും സംഭവിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീത പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം. ഇതിൽ ഭാഗവാക്കാകുവാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തിന് പ്രിയപ്പെട്ടവരോടും ദൈവത്തോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്നോർക്കുക, ഇതൊരു കൊച്ചു ജീവിതം. ഇതിനകത്തൂടെ ഒത്തിരി ചെയ്യുവാനുണ്ട്. ഇന്ന് ഞാനിത് ചെയ്തില്ലെങ്കിൽ വേറെ ആ ഏറിയ അത് ശൂന്യമായി കിടക്കും. അത് നാം ചെയ്യാനുള്ളതാണ്, നാം പ്രാർത്ഥിക്കാനുള്ളതാണ്, നാം പ്രവർത്തിക്കാനുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ പിന്മഴയായി പെയ്തിറങ്ങുമ്പോൾ ശക്തി ഏറ്റെടുത്തവരായി രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ കർത്താവ് അയക്കുന്നിടത്ത് കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷികളായി നിൽക്കുവാൻ ദൈവം നമ്മയെല്ലാം സഹായിക്കട്ടെ. താങ്ക് യു. കേവലം പ്രയർ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലൈനിൽ മാത്രമല്ല, ഓഫ്ലൈനിൽ കൂടെയും മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ത്യ ചുറ്റി എല്ലാ സ്റ്റേറ്റുകളിലും പ്രാർത്ഥിപ്പാൻ, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പോയി പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി. അങ്ങനെ ഞങ്ങൾ ഇന്ത്യ മുഴുവൻ ചുറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ജാർഖണ്ഡിലേക്ക് കടന്നുപോയി. ജാർഖണ്ഡിലേക്ക് പ്രിയ ഷാജൻ സാറുമായിട്ട് ഞങ്ങൾ കണക്റ്റഡായി. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളെ ആദ്യം വെൽക്കം ചെയ്തത് ഒരു പശുവും അതിൻ്റേതായ സാമഗ്രികളും ഒക്കെയാണ്. അങ്ങനെ ഒരു പശുവിൻ്റെ തൊഴുത്തിൽ കൂടെ ഞങ്ങൾ അകത്തേക്ക് കടന്നു ചെന്നത് ഈ ജാർഖണ്ഡ് മിഷണറി ആയിരുന്ന ഷാജിൻ സാറിൻ്റെ ഭവനത്തിലേക്കാണ്. അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകുന്ന ദൈവത്തിൻ്റെ ദാസൻ പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്മിറ്റിക്കകത്തില്ലെങ്കിലും അതിൽ വളരെ സ്നേഹത്തോടുകൂടെ ഈ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു വലിയ സാന്നിധ്യമാണ് ഹൃദയസ്പർശം എന്ന പേരിൽ എല്ലാ ഞായറാഴ്ചയും പ്രിയ ദൈവത്തിൻ്റെ ദാസനിൽ നിന്ന് നമ്മൾ ആ അനുഭവം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഒന്നിച്ചിരുന്ന് പഠിക്കാൻ ഡിസേബിൾഷിപ്പ് ട്രെയിനിങ്, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നിലയ്ക്കാത്ത പ്രാർത്ഥന, കുടുംബത്തിൽ ധ്യാനത്തോടെ വചനം പഠിക്കാൻ പെന്തക്കോസ്ത് ദൈവശാസ്ത്രം. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടായിട്ടുള്ള പാസ്റ്റർ TJ ശാമുവൽ സാറിലൂടെ
ഈ സമൂഹത്തിനും ലോകത്തിനാകമാനം ദൈവം ഈ കാലങ്ങളിൽ നൽകുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളാണ് ഇവയൊക്കെ. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ അസംബ്ലീസ് കൂടി ചെയ്തുകൊണ്ടിരുന്നത് വാർത്ത എഴുതുക എന്നുള്ളതാണ്. വാർത്ത എഴുതുമ്പോൾ എപ്പോഴും ഞാൻ എഴുതും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡിസ്ട്രിക്ട് എന്നാണ് എഴുതുന്നത്. എന്നാൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾക്കപ്പുറത്തേക്ക് ലോകമെമ്പാടും അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സ്വാധീനമുണ്ട് എന്ന് ശക്തമായി തെളിയിക്കാൻ കഴിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ കൂട്ടായ്മ. ലോകമെമ്പാടും നമ്മുടെ ടെറിട്ടറിയാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ലോകത്തെ സഭാ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ എന്ന് നാം എല്ലാവരും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ്. ഹൃദയസ്പർശം എന്ന സ്ലോട്ടിലൂടെ ഭാരതത്തിലെമ്പാടുമായിട്ടുള്ള മിഷണറിമാരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലക്നൌവിൽ നിന്നും പാസ്റ്റർ സാബു തോമസിൻ്റെ വോയിസ് മെസ്സേജ് എനിക്കുണ്ടായിരുന്നു. പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഷീജ ജോസും ജയിലിൽ ഏറെ സന്തോഷത്തോടെ കഴിയുന്നു എന്നാണ് പറഞ്ഞത്. 2023 ജനുവരി മാസത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഓഗസ്റ്റ് മാസത്തിൽ പുറത്ത് വരികയും ചെയ്തതിന് ശേഷം ഒക്ടോബർ മാസം 1-ാം തീയതി ആരംഭിച്ച പ്രാർത്ഥന മുതൽ വീണ്ടും അവർ ജയിലിലേക്ക് പോകുന്ന സമയം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ പങ്കാളികളാണ് പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഷീജ ജോസും. ഇന്ന് ഹൈക്കോടതിയിൽ അവരുടെ ബെയിലിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ദിവസം കൂടിയാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിലിൽ പോകാൻ നേരത്തെ സങ്കടത്തോടാണ് അവർ സംസാരിച്ചിരുന്നെങ്കിൽ പാസ്റ്ററെ ഇന്ന് ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അവർ അപാരമായിട്ടുള്ള ധൈര്യത്തോടും വിശ്വാസത്തോടും സന്തോഷത്തോടുമാണ് അമേരിക്ക എന്നൊക്കെ ഒരാൾ സംസാരിച്ചാൽ എങ്ങനെ സംസാരിക്കും എന്ന കണക്കിന് ഫോൺ വിളിക്കുമ്പോൾ പറഞ്ഞത് എന്ന് പറയുന്നതെങ്കിൽ രണ്ടുപേരുടെ സാക്ഷ്യം മാത്രമല്ല, ഭാരതത്തിൽ പീഡനം അനുഭവിക്കുന്ന ഒട്ടനവധി മിഷണറിമാരെ നമ്മൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തണലാകുവാൻ സാന്ത്വനമാകുവാൻ നമുക്ക് കഴിയുന്ന സന്തോഷം പങ്കുവെക്കുന്നു. നമുക്കൊന്നിച്ച് ഈ പ്രാർത്ഥനയാത്രയിൽ പിന്നെയും മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള സഹകരണത്തിന് നന്ദി പറയുവാനായിട്ട് സെക്രട്ടറി ഇസഡ് എബ്രഹാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തയോടെ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും പ്രയർ ഡിപ്പാർട്ട്മെൻറ്റ് പേരിൽ പ്രാരംഭമായി വന്ദനം അറിയിക്കുന്നു. ഏത് ദൈവപ്രവൃത്തി എടുത്ത് പരിശോധിച്ച് പഠിച്ചാലും അതിൻ്റെ പിൻപിൽ ദർശനം പ്രാപിച്ച ചിലരെ നമുക്ക് കാണാൻ കഴിയും. മലയാളം പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിൻപിൽ ഏകദേശം ദീർഘവർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഉണർവിനെക്കുറിച്ച് നാം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തമായ നേതൃത്വം നൽകുന്ന സോമേൽ സാറിന് ആ ദർശനമുണ്ടായി. ദൈവശബ്ദം കേട്ടു. ആ ദൈവശബ്ദം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ സഞ്ചരിച്ച് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രബോധിപ്പിച്ച് ധൈര്യപ്പെടുത്തി ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംഘടന അത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാനും ഇന്ന് നമ്മൾ കണ്ടതുപോലെ ഈ നിലകളിൽ ആത്മീയ വർധനവിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് ഇടയാക്കി തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ പിമ്പിൽ പ്രവർത്തിച്ച സമീൽ സാറിൻ്റെ ദർശനത്തോട് ചേർന്ന് നിന്ന് എല്ലാ കൈത്താങ്ങലുകളും നൽകിയ മലയാളം ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഡിസ്ട്രിക്റ്റിൻ്റെ 3 മേഖലകളിലായി 55 സെക്ഷനുകളിലായി പ്രസ്ബിറ്റേഴ്സായി പുത്രിക സംഘടനകളായി സേവനമനുഷ്ഠിച്ച ഇതിനോട് കൂറ് കാണിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഷാജൻ സാറിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എല്ലാ ഞായറാഴ്ചയും സ്നേഹസ്പർശം എന്ന പ്രോഗ്രാമിലൂടെ പ്രാർത്ഥനയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതിര് വിശാലമാക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ്. വടക്കേന്ത്യയെക്കുറിച്ചും വടക്കേന്ത്യയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ വിശാലമായ നിലയിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ പ്രബോധിപ്പിച്ച ആ ദൈവദാസനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലും ഒക്കെ സ്ലോട്ട് കൈകാര്യം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. കേരള യാത്രയിൽ നവംബർ മാസം നടന്ന അതിൽ സഹകരിച്ച സഭകളെയും ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തുന്നു. 2 കാര്യങ്ങളോട് ഓർപ്പിച്ച് നിർത്തട്ടെ. ഒന്ന്, നമ്മൾ പ്രാർത്ഥന മാത്രമല്ല, ആവശ്യത്തിൽ അടിയന്തര ആവശ്യങ്ങളുള്ളവരെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ഷാജൻ സാർ അത് റിവൈവൽ പ്രയർ ഗ്രൂപ്പിൽ അറിയിക്കുകയും അങ്ങനെ സാമ്പത്തികമായ കൈത്താങ്ങലുകൾ നൽകാനും ഈ പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിന് ദൈവാവസരം നൽകുന്നുണ്ട്.
ഏറ്റവും അവസാനത്തിന് ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള ഒരു കാര്യം ചില നാളുകളായി, ചില മാസങ്ങളായി, വിശിഷ്യ ജനറൽ കൺവെൻഷൻ പ്രഖ്യാപിച്ച നാൾ മുതൽ 25 നടക്കുന്ന ഈ കൺവെൻഷൻ ഒരു പിന്മഴയുടെ അനുഭവമായി മാറണമെന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദൈവജനം പ്രാർത്ഥിപ്പാനിടയായി. ഈ 2025 ജനുവരി മാസം 27-ാം തീയതി രാത്രി ആമേൻ പ്രാരംഭ സെഷനിൽ മുതൽ ഈ സമയം വരെ ഹല്ലേലൂയ കർത്താവിൻ്റെ പിന്മഴയുടെ സാന്നിധ്യം നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇന്നലെ ഹല്ലേലൂയ അത് കണ്ടവരെ, ഹൃദയം നിറയുന്നവരെ അല്പനേരം ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ അടകാരമന. ഇതൊരു ചെറിയ ആരംഭം മാത്രമാണ്. വരുന്ന ദിവസങ്ങളിൽ ആമീൻ ആമീൻ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തെ ഒരു തീജ്വാലയായി അതിൻ്റെ പിമ്പിൽ പ്രയത്ന ശക്തിയായി മുൻപോട്ട് പോകുവാൻ ആമീൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയെ കൈകോർക്കാം, ഒരുമിച്ച് മുൻപോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സെക്രട്ടറിക്ക് ശേഷാൽ നന്ദി. സമയം മുന്നോട്ട് കടന്നു പോയതുകൊണ്ട് നമ്മളിവിടെ നിർത്താൻ നിർബന്ധിതമാക്കുകയാണ്. അപ്പോൾ തന്നെ അനേക പ്രിയപ്പെട്ടവർ സ്ലോട്ടുകൾ ലീഡ് ചെയ്യാനായിട്ട് അവർ ബോൾഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന പാസ്റ്റർ സുനിൽ ദാസ്, അദ്ദേഹം ഒരു പ്രസ്പിറ്ററാണ്. അപ്പോൾ തന്നെ വ്ളാത്താങ്കര ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ആ ദൈവത്തിൻ്റെ ദാസന് ഇപ്പോൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്ഷനിൽ എങ്ങനെ ഈ പ്രാർത്ഥന താൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അപ്പോൾ തന്നെ ഒരു ചർച്ചയായിട്ട് എല്ലാ ആഴ്ചയും എങ്ങനെ കടന്നു പോകുന്നു, വളരെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ. അപ്പോൾ തന്നെ അങ്ങനെ തങ്ങളുടെ വിശ്വാസികളെ ഈ പ്രാർത്ഥനയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ ഉത്സാഹിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരുടെ ആ സഭയിലുള്ള വിശ്വാസികൾ എത്രത്തോളം ഈ പ്രാർത്ഥനയിൽ കൂടെ ബോൾഡായി എന്ന് ആ ദൈവദാസന്മാർക്ക് പറയുവാൻ സാക്ഷ്യമുണ്ടാകും. ഇന്നത്തെ നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ഷോജി കോശി പാസ്റ്റർ അവരുകളെ ഓർത്ത് വിശേഷാൽ സ്തോത്രം പറയുന്നു. കുണ്ട്ര സെക്ഷൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ലോട്ട് എല്ലാ ചൊവ്വാഴ്ചയും നമുക്കുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാസ്റ്റർ 2 വാക്ക് പറഞ്ഞ് നമ്മൾ ഈ ഒരു സെഷൻ നിർത്തുകയാണ്. നിങ്ങൾ എല്ലാവർക്കും വിശേഷാൽ നന്ദി, സാറിനും പ്രത്യേകമായിട്ട് നന്ദി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ സ്തോത്രം. 4 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനമാണ് നാം ഇപ്പോൾ കേൾപ്പാനിടയായത്. അവസാനമായി നാം പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വചനത്തിൽ നാം ഇങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവം അരുളി ചെയ്തു, മോശ അതങ്ങനെ തന്നെ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ബഹറിനിൽ നമ്മുടെ പ്രിയ TJ ശമുവേൽ സാർ ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് അദ്ദേഹം കണ്ടെത്തിയ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു പ്രിയ ജോമോൻ പാസ്റ്റർ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം സ്തോത്രം ഒരുപക്ഷെ സാറിൻ്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹം, ഇതിനു മുമ്പ് നമുക്ക് പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റ് അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. എങ്കിലും അല്പം കൂടെ വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, പ്രിയ സാറിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനയുടെ ആ ചങ്ങല ഇന്നലെ വചനത്തിൽ നാം കേട്ടതുപോലെ ശ്വാസം എടുക്കുമ്പോഴും നാം പോലും അറിയാതെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ജനത്തിൻ്റെ ഒരു സ്തോത്രം. ഇത് എങ്ങനെ ആക്കിയെടുക്കുമെന്നൊരു പക്ഷേ പ്രെയർ ടവർ നമ്മൾ ചെയ്തു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ഉള്ള ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇന്നത്തെ മോഡേൺ ടെക്നോളജി ഒക്കെ അതിനുപയോഗിച്ചുകൊണ്ട് പ്രിയ ജോമോൻ പാസ്റ്റർ അതിൻ്റെ പിന്നിൽ ഒരു നല്ല ബാക്കപ്പ് നേരത്തെ നാം കേട്ടതുപോലെ പ്രിയ ഷാജൻ സാർ ഉൾപ്പെടെയുള്ളവർ നൽകി. വളരെ അനുഗ്രഹീതമായ ഒരു ടീം പ്രാർത്ഥന ചങ്ങല നൽകി. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സിസ്റ്റർ വന്ന് കാണാനിടയായി. ഉത്തർപ്രദേശിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ അവർ വന്നതാണ്, ഈ മീറ്റിങ്ങിന് സംബന്ധിക്കാൻ പ്രിയ ആൻറ്റി വന്നതാണ്. അങ്ങനെ വലിയൊരു ശക്തമായ പ്രാർത്ഥന. പ്രിയരെ, നാം ഇവിടെ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാറുണ്ട്, പക്ഷേ ആ കെട്ടിടത്തിന് മുകളിലുള്ള ഭംഗി മാത്രമേ നാം പലപ്പോഴും കാണാറുള്ളൂ. ഇതിന് അടിയിലൊരു അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനം എന്തുമാത്രം ഉറപ്പുള്ളതാണോ അതിനനുസരിച്ച് മാത്രമേ മുകളിലേക്കുള്ള കെട്ടിടം പോവുകയുള്ളൂ. ഇതുപോലെയാണ് പ്രാർത്ഥന എത്ര ശക്തമാണോ, ആത്മനിയോഗത്താൽ ഉള്ളതാണോ, അതിനനുസരിച്ചായിരിക്കും ആത്മപ്രവൃത്തി നമ്മളുടെ നടുവിൽ നടക്കുന്നത്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മുടെ ഈ ദിവസങ്ങളിലെ കൺവെൻഷനിൽ, ഈ ദിവസങ്ങളിലെല്ലാം ആത്മീക ശക്തമായ സന്ദേശങ്ങളായിരുന്നു. എങ്കിലും ഇന്നലെ മുതൽ ഒരു ശക്തമായ ആത്മപ്രവൃത്തിയുടെ ആരംഭം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
സ്തോത്രം. അതിന് മുൻപും അതിനെ ആരംഭിച്ചു. പക്ഷെ ഇന്നലെ അതിനൊരു പ്രത്യേകമായ ഒരു മൂവ്മെന്റ് ഉണ്ടായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതിൻ്റെ ഒക്കെ പിന്നിലെ കാരണം ഈ പ്രാർത്ഥനയുടെ അനുഭവമാണ്. പ്രിയ സ്തോത്രം ടീമിനെ, പ്രത്യേകാൽ ജോമം പാസ്റ്ററേയും ടീമിനെയും പ്രത്യേകാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവിധമായ ആശംസകളും നൽകുന്നു. പ്രത്യേകിച്ച് ചാരിറ്റി പ്രെയർ ഡിപ്പാർട്ട്മെന്റ്, നമുക്ക് ഒരുമിച്ച് അവർക്ക് അനുമോദനങ്ങൾ, കരങ്ങൾ തട്ടി നമുക്കവരെ ഒന്ന് അനുമോദിക്കാം. കർത്താവ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചത് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തത് ടീ ബ്രേക്കാണ്. അതിനുശേഷം നോർത്ത് ഇന്ത്യൻ മിഷൻസിന്റെ മീറ്റിംഗ് നടക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ പ്രിയ തോമസ് ഫിലിപ്പ് സാറ് പറയും. പാസ്റ്റർ തോമസ് എബ്രഹാം എറണാകുളം മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇവാഞ്ചലിസം, സുവിശേഷീകരണം നമുക്കുണ്ടായേ മതിയാകൂ. സഭയിൽ സഭാസ്ഥാപനം കേരള മിഷൻസ് നമ്മുടെ സഭയിൽ ഉണ്ടാകേണ്ട ഒരു പദ്ധതിയാണ്. ചാരിറ്റി, അനേകർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽപ്പാനും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകാനും. നാലാമതായി പ്രാർത്ഥന. ഇത് ദൈവസഭയിൽ ഓരോ സഭാ യൂണിറ്റുകളിലും ഉണ്ടാകേണ്ടതാണ്. പ്രത്യേകാൽ നമ്മുടെ സംഘടനയിൽ അനുഗ്രഹീതരായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, പ്രിയ ടി ജെ ശമുൽ സാർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന ഈ പ്രാർത്ഥന, ഈ പ്രവർത്തന സപ്പോർട്ടിനെ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ച്, ഡിപ്പാർട്ട്മെന്റുകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ തോമസ് എബ്രഹാം പാസ്റ്റർ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ മനോഹരമായിട്ടുള്ള പകൽ സമയത്ത് ദൈവസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ കൃപകൾ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന 4 ഡിപ്പാർട്ട്മെൻറ്റുകളെ ദൈവസന്നിധിയിൽ പരിചയപ്പെടുത്തുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ കേൾക്കുന്നതിനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒക്കെയായി ഇന്ന് പകൽ ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വല്ലവിധേയനെയും സുവിശേഷം എവിടെയും എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടുകൂടെ കർത്താവിൻ്റെ വചനത്തിനൊത്തവണ്ണം അഭ്യസനം ചെയ്യാനും ദൈവരാജ്യത്തിന് വേണ്ടി അത്യധ്വാനം പ്രവർത്തിപ്പാനും ദൈവം അങ്ങയുടെ ദാസന്മാരെ ഉപയോഗിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ കേരളക്കരയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളായി തീരുമെന്ന് വചനത്തിൽ പറയുന്നത് പോലെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒഴുക്ക് ലോകം വ്യാപകമായി ദൈവം അത് ചെയ്തു തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, അധ്വാനിക്കുന്നവരുണ്ട്, ചിലവിടുന്നവരുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനോഹരമായ റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. കർത്താവെ, മുൻനിരയിൽ നിന്ന് അധ്വാനിക്കുന്ന, പ്രയത്നിക്കുന്ന, പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ദൈവകരങ്ങളിൽ നിന്ന് രാവിലെ ഞങ്ങൾ വീണ്ടും ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ടി ജെ സമൽ സാറിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസൻ്റെ ഹൃദയത്തിൽ കൊടുത്തതായ ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അതിൻ്റെ വിവിധ നിലകളിൽ, വിവിധ രീതികളിൽ കർത്താവെ പ്രവർത്തനത്തിനായി അവിടുത്തെ ഭൃത്യനെ ദൈവം ശക്തീകരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ശാരീരികമായ പല ക്ഷീണങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന അഭിഷേകം ഈ ദിവസങ്ങൾ വീണ്ടും പകർന്ന് കർത്താവെ എത്തേണ്ടതായ സ്ഥലങ്ങളിൽ തൻ്റെ ചിന്തയും തൻ്റെ ആലോചനയും ഒക്കെ എത്തി പരിശുദ്ധാത്മാവ് നയിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽവേളയിൽ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർക്കായി, എല്ലാ സഭാംഗങ്ങൾക്കായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അധ്യക്ഷത വഹിച്ച അങ്ങയുടെ ഭൃത്യനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. കൃപയുടെ മറവിൽ എല്ലാവരെയും വഹിച്ചാട്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ടീ ബ്രേക്കിൻ്റെ സമയമാണ്. പോയിട്ട് വേഗത്തിൽ ഒരു 10 മിനിറ്റുള്ളിൽ എല്ലാവരും എത്തിച്ചേരേണ്ടതാണ്. തുടർന്ന് നോർത്ത് ഇന്ത്യ മിഷൻസിൻ്റെ മീറ്റിംഗ് ആയിരിക്കും. എല്ലാവരും വേഗത്തിൽ പോയി മടങ്ങി വരുവാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്.